ജോയ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് എല്ലാവരും പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് കൽക്കട്ടയിൽ നിന്ന് പാസ്റ്റർ സനു. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ അനുഗ്രഹിക്കപ്പെട്ട വിടുതലുകളും കർത്താവ് വഴി നടത്തുന്നതും കർത്താവ് ഉപയോഗിക്കുന്നതുമായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. പ്രിയ കർത്താവിൻ്റെ ദാസന് നമുക്ക് ലഭിച്ചതിൽ നമ്മൾ ഒത്തിരി ദൈവത്തിന് നന്ദി കരയേറ്റും. ദൈവദാസനോടുമുള്ള നന്ദി കരയേറ്റുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ പാസ്റ്ററെ. വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. സന്തോഷമായിരിക്കുന്നോ? ഓക്കെ പാസ്റ്ററെ. കർത്താവ് ധാരാളം ദേവദാസനെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി യുവജനങ്ങളുടെ ഇടയിലൊക്കെ ഒത്തിരി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണല്ലോ. പിന്നെയും കർത്താവ് യുവജനങ്ങളുടെ നടുവിൽ അനേക യൗവനക്കാർക്ക്, ഈ കാലഘട്ടത്തിലെ യൗവനക്കാർ അനേകർ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണല്ലോ. എന്നാൽ അവരുടെ നടുവിൽ ആ കൽക്കട്ടയുടെ പ്രദേശത്ത് കർത്താവിനെ ഉയർത്തി കാണിക്കുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ കർത്താവിൻ്റെ ദാസനെ കുടുംബമായി ദൈവം ഇടയാക്കി തീർക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. നിങ്ങളുടെ ദാസനായ സ്തോത്രം ദൈവം സഹായിച്ചാട്ടോ. കർത്താവിൻ്റെ സാന്നിധ്യത്തിലൂടെ ഇരുത്തിയാട്ട് ഈ സാക്ഷ്യത്തിലൂടെ അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. അനേകരെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, പ്രത്യേകാല യൗവനക്കാരുടെ ജീവിതത്തിലും അത് വലിയൊരു വിടുതലായി മാറുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചാട്ട് ദാസനെ അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ ദാസനെ കർത്താവ് സഹായിക്കട്ടെ. കോളേജിലാണല്ലോ കർത്താവ് ICPFന്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞു. അല്ലാതെ ചർച്ച് മിനിസ്ട്രി അങ്ങനെ വല്ലതും ഉണ്ടോ പാസ്റ്ററെ? ഒന്നുമില്ല. ഓക്കെ പാസ്റ്ററെ. ഇനിയുള്ള സമയം ഞാൻ കർത്താവിന്റെ ദാസന് നൽകി തരികയാണ്. ജീവിതത്തിന്റെ അനുഭവത്തെ ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന് അതിവിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രകാരം ഈ ചാനലിൽ സാക്ഷ്യം പറയുവാനായിട്ട് ലഭിച്ച അവസരത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ജോയ്സ് TV അതിന്റെ പ്രവർത്തനത്തിൽ നിൽക്കുന്ന പ്രിയ കൃതദാസൻ, ആന്റി, കുടുംബം, ഇവരെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചാനലിലൂടെ വരുന്ന സാക്ഷ്യങ്ങൾ അനേകർക്ക് വിടുതലും ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം അടിയൊരു അവസരം ലഭിച്ചതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാനിപ്പോ പ്രിയ ആന്റി പറഞ്ഞ പോലെ കൽക്കട്ടയിലും ICPF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട് ബന്ധത്തിൽ ചേർന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കുടുംബമായിട്ട് ഇവിടെ ഈ പട്ടണത്തിലായിരിക്കുന്നു. വൈഫുണ്ട്, അതോടൊപ്പം തന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്. വൈഫിന്റെ പേര് സൗമ്യ എന്നാണ്. കുഞ്ഞുങ്ങൾ 2 പേര്. മൂത്തയാള് സാൻലി 7 വയസ്സുണ്ട്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയാള് സെറാഫിം 3 വയസ്സുണ്ട്, ഇപ്പോൾ നഴ്സറിയിലേക്ക് ജോയിൻ ചെയ്തേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ പേരുള്ള ബന്ധത്തിൽ ഇവിടെ യൗവനക്കാരുടെ ഇടയിൽ ICPF എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് ചിലധികം വർഷങ്ങളായി, കഴിഞ്ഞ ഏകദേശം 7 വർഷമായിട്ട് ഈ വെസ്റ്റ് ബംഗാൾ കർത്താവിന്റെ വേറുള്ള ബന്ധത്തിലായിരിക്കുന്നു. നേരത്തെ കൽക്കട്ടയിൽ വരുന്നതിന് മുമ്പ് ദുർഗാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, വെസ്റ്റ് ബംഗാളിൽ ദുർഗാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 3.5 വർഷത്തോളം ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചു. അവിടെ നിന്നാണ് ഇങ്ങോട്ട് കൽക്കട്ടയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നത്. ഇവിടെ കഴിഞ്ഞ 3 വർഷമായിട്ട് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹ നിലയിൽ കർത്താവ് ഞങ്ങളെ ഈ ദേശത്ത് നടത്തുന്നു. സാക്ഷ്യം പറയുമ്പോൾ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നത് 1996 കാലഘട്ടം, 96-97 കാലഘട്ടത്തിലാണ്. കർത്താവിനെ അറിയുവാനും ദൈവത്തിലേക്ക് വരുവാനുമായിട്ട് ഇടയായിട്ടുള്ളത്. ഞാൻ ജനിച്ചു വളർന്നൊരു ഹൈന്ദവ കുടുംബത്തിലാണ്. 1991 ജനിച്ചു. അത് കഴിഞ്ഞിട്ട് വളർന്നത് മുഴുവൻ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് വളർന്നത്. അമ്പലങ്ങളും അതുപോലെ തന്നെ അതിൻ്റെതായ പൂജകളും ആചാരങ്ങളും ഒക്കെയുള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് വളർന്നത്. അങ്ങനെ വളരുമ്പോൾ ഏകദേശം എനിക്കൊരു 5 വയസ്സ് പ്രായമുള്ള സമയത്താണ് എൻ്റെ പിതാവിന് പെട്ടെന്നൊരു അസുഖം ഉണ്ടാകുന്നത്. തൻ്റെ ശരീരത്തിൽ 2 കിഡ്നിയിലും സ്റ്റോൺ ഉണ്ടാകുന്നത്. കിഡ്നി സ്റ്റോൺ ഒരു വേരിയന്റ് ടൈപ്പ്, മറ്റൊരു ടൈപ്പ് കിഡ്നി സ്റ്റോൺ ആയിരുന്നു. സാധാരണ കാണപ്പെടുന്നതിനേക്കാളും ഒരു വേരിയന്റ് ആയിട്ടുള്ള വേറൊരു വേരിയന്റ് ആയിരുന്നു അത്. എന്നാൽ
ആ ആ ഇത് കാരണം, ആ ഒരു കിഡ്നി സ്റ്റോൺ കാരണം ഒരുപാട് പ്രയാസപ്പെടുകയും താൻ ആ സമയത്ത് കൊല്ലം ബീച്ചിനകത്ത് അടുത്ത ഒരു കള്ള് ഷാപ്പ് നടത്തുവാൻ തന്റെ സുഹൃത്തിനോടൊപ്പം ചേർന്ന് കള്ള് ഷാപ്പ് നടത്തുന്ന പാർട്ണർഷിപ്പിൽ കള്ള് ഷാപ്പ് നടത്തുമായിരുന്നു. താൻ അവിടുത്തെ പാചകക്കാരനായിരുന്നു. ആ സമയത്താണ് ഇപ്രകാരം ഒരു പ്രതിസന്ധി രൂപപ്പെടുന്നത്. തന്റെ ശരീരത്തിലെ 2 കിഡ്നിയിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് ഓപ്പറേഷൻസ് നടത്തി. പക്ഷെ പ്രത്യേകിച്ച് വിടുതലോ കാര്യങ്ങളോ ഒന്നും ഓപ്പറേഷൻസ് ത്രൂ ഉണ്ടായില്ല. ഈ ഓപ്പറേഷൻസിൻ്റെതായ ഒരു പരിണിത ഫലം എന്ന രീതിയിൽ തന്റെ ഒരു കിഡ്നി കംപ്ലീറ്റ്ലി ഡെഡായി പോയി. മറ്റേ കിഡ്നി വളരെ ചെറിയ പെർസെന്റേജ് മാത്രം. അതിന്റെ പെർസെന്റേജ് വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്: വെറും 3 മാസം മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടം, ഒരു രീതിയിലായിരുന്നു തന്റെ ശരീരം മാറി. വേറെ ഇനി ഒരു പ്രത്യേകിച്ച് മെഡിക്കൽ പരമായിട്ടൊന്നും ചെയ്യാനില്ല, ഓപ്പറേഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല, മരണം മാത്രമേ മുന്നിലുള്ളൂ എന്നുള്ള ഒരു കാര്യം. ഓൾറെഡി 2 കിഡ്നിയും ഖരാബായി, മീൻസ് അത് കേടായി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ മുമ്പോട്ട് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ജീവിതം മാറ്റപ്പെടുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വിട്ടു. ശരീരത്തിന് എല്ലാം നീരുണ്ട്, വളരെ അസുഖമാണ്. എങ്കിലും കുടുംബത്തെ പോറ്റേണ്ട ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് താൻ ജോലിക്ക് പോകും. ആ സമയത്ത് ഞങ്ങൾക്ക് പരിചയമുള്ള അമ്പലങ്ങൾ മുഴുവൻ ഞങ്ങൾ പോയി പലതരത്തിലുള്ള പൂജകൾ ചെയ്തു. കൊല്ലത്തുള്ള ഫേമസ് ആയിട്ടുള്ള പലതരത്തിലുള്ള അമ്പലങ്ങളിൽ പോയി പൂജകൾ ചെയ്തു. പല മതപരമായിട്ടുള്ള പല മേഖലകളിൽ പോയി പലതരത്തിലുള്ള ഓതുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി. പക്ഷേ എങ്ങും പ്രത്യേകിച്ച് ഒരു വിടുതലോ കാര്യങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നുമില്ലായിരുന്നു. ദിനംതോറും ശരീരത്തിന്റെ അവസ്ഥ മാറുന്നു, കുടുംബത്തിന്റെ അവസ്ഥ മാറുന്നു. ഞങ്ങൾ വളരെ കുഞ്ഞുങ്ങളാണ്. എനിക്കൊരു അനിയനുണ്ട്. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളാണ്, 2 ആൺകുട്ടികൾ കുഞ്ഞുങ്ങളായിരിക്കുന്നു. അങ്ങനെ താമസിക്കുന്ന സമയമാണ്. എന്നാൽ ആ സാഹചര്യത്തിൽ ഞാൻ എപ്പോഴും സാക്ഷ്യം പറയുന്ന ദൈവത്തിന്റെ മാനുഷ്യപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം കടന്നു വരുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ലാത്ത ഹൈന്ദവർ തിങ്ങിപ്പാർക്കുന്ന വളരെ തുച്ഛമായ നിലയിൽ മുസ്ലിംസോ അല്ലെങ്കിൽ 1-2 ഫാമിലീസ് ആയിട്ടുള്ള ക്രിസ്ത്യൻസോ താമസിക്കുന്ന, എന്നാൽ മെജോറിറ്റി ഹിന്ദുക്കൾ മാത്രം താമസിക്കുന്ന അനേക അമ്പലങ്ങളും പൂജകളും വെച്ചാരാധനകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് ദൈവത്തിന്റെ സ്നേഹം കടന്നു വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ദൈവം അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. ഞങ്ങൾ ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായി തീർന്നത് ദൈവം ഞങ്ങളെ മുന്നമേ കണ്ടതുകൊണ്ട്. ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകും, ഇനി എന്തിൽ ആശ്രയിക്കും എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് ഒരു അപ്പച്ചനും കുടുംബവും ഒരു പെന്തക്കോസ്തരാണ്, ഒരു വിശ്വാസികളായിരുന്നു. അവര് താമസിക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ അപ്പച്ചൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെല്ലാം ചെയ്തതല്ലേ, ഞങ്ങളുടെ ചർച്ചിൽ നിന്നൊരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അപ്പനും അമ്മയും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വരാൻ പറഞ്ഞു. അങ്ങനെ അപ്പൻ ജോലിക്ക് പോയിരിക്കുന്ന സമയത്താണ് ഒരു സന്ധ്യാനേരത്ത്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പാസ്റ്ററും ഒരു അങ്കിളും കൂടി വീട്ടിലേക്ക് വരുന്നു. ചർച്ചിൽ നിന്ന് വീട്ടിൽ വന്നു, അമ്മയോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പോകുന്നതിന് മുമ്പ് അവർ പറഞ്ഞു, ഒരു 3 ദിവസം വീട്ടിൽ ഉപവാസ പ്രാർത്ഥന വെക്കാനായിട്ട് അവർ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു അപ്പനോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പനോട് സംസാരിച്ചു, അത് കൺഫേം ചെയ്തു. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. അപ്പോ അവര് 3 ദിവസം വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ പ്രത്യേകം പറഞ്ഞു ആഹാരമൊന്നും വേണ്ട. കാര്യം ഹിന്ദുക്കൾ ചിന്തിക്കുവാണെങ്കിൽ അവരുടെ ഉപവാസം എന്ന് പറഞ്ഞാൽ നോൺ വെജ് മാറ്റി വെച്ച് വെജിറ്റേറിയൻ കഴിച്ച് അങ്ങനെയുള്ള ഒരു ഉപവാസവും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഇവര് പറഞ്ഞു ഇവർക്ക് പ്രത്യേകിച്ച് ആഹാരമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അവര് വരികയും അവര് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അവര് ഒരു ദിവസം രാവിലെ 3 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഫൈൻ മോർണിംഗ് ഒരു വലിയൊരു കൂട്ടം ആളുകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക. സമൂഹം മൊത്തം നോക്കുന്നുണ്ട്. വലിയൊരു കൂട്ടം ആളുകൾ വീട്ടിൽ വരുന്നു. ഒരു സഭ മൊത്തം വീട്ടിൽ വരുന്നു. അവർ വീട്ടിൽ നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുന്നു, വചനം ധ്യാനിക്കുന്നു, വചനം സംസാരിക്കുന്നു, ഞങ്ങളെ ബലപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം വരെ പ്രാർത്ഥിച്ചു. അവരെ ഞങ്ങൾ അനുഗ്രഹത്തോടെ ക്ഷേമത്തോടെ ഞങ്ങൾ മടക്കി അയച്ചു. 3 ദിവസവും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം പോലും കഴിക്കാതിരുന്ന ആളുകളായിരുന്നുകൊണ്ട് ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു. എന്നാൽ പ്രത്യേകിച്ച് അപ്പന് ശരീരത്തിൽ വ്യത്യാസമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് രാത്രി താൻ കിടന്ന് ഉറങ്ങുമ്പോൾ തന്റെ ശരീരത്തിൽ ആരോ സ്പർശിക്കുന്ന പോലെ, തന്നെ അടിക്കുന്ന പോലെ തനിക്ക് തോന്നി. താൻ ചാടി എഴുന്നേറ്റപ്പോൾ തനിക്ക് മനസ്സിലായി തന്റെ ശരീരത്തിൽ എന്തോ വ്യത്യാസം സംഭവിച്ചു എന്ന് മനസ്സിലായി. താൻ വേഗത്തിൽ ഒരു മിനിറ്റ്, ഞാൻ എന്റെ വീഡിയോ ഒന്ന് ഇച്ചിരി നേരത്തിനൊന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഓഡിയോ കേട്ടോ. ഓക്കെ, പാസ്റ്റർ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് രാത്രി താൻ വേഗത്തിൽ താൻ ചാടി എഴുന്നേൽക്കുമ്പോൾ തനിക്ക് എന്തോ ഒരു വ്യത്യാസം തന്റെ ശരീരത്തിൽ തോന്നി. താൻ ഓടി വാഷ്റൂമിലേക്ക് പോകുമ്പോൾ അതുവരെയും താൻ ഉപയോഗിച്ചിരുന്ന ട്യൂബ് ഉപയോഗിച്ചായിരുന്നു താൻ
യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം തനിക്ക് നോർമലി യൂറിൻ പാസ് ചെയ്യാൻ പറ്റത്തില്ല, ട്യൂബ് ഇട്ടോണ്ടാണ് താൻ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് താൻ വാഷ്റൂമിലേക്ക് പോയപ്പോൾ താൻ ഈ ട്യൂബ് എടുക്കാൻ മറന്നുപോയി. അപ്പം പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ്: തന്റെ ശരീരത്തിൽ നിന്ന് ഒരു ടാപ്പ് തുറന്ന് വെള്ളം എങ്ങനെ പാസ് ചെയ്യുന്നു അതുപോലെ തന്റെ ശരീരത്തിൽ നിന്ന് വെള്ളം പാസ് ചെയ്ത് മീൻസ് യൂറിൻ പാസ് ചെയ്ത് പോകാനായിട്ട് ഇടയായി തോന്നുന്നു. തനിക്ക് അപ്പം മനസ്സിലായി തന്റെ ശരീരത്തിൽ എന്തോ വ്യത്യാസമുണ്ട്. താനത് ട്യൂബ് എടുക്കാൻ മറന്നുപോയി. തന്റെ ശരീരത്തിൽ എന്തോ വ്യത്യാസങ്ങൾ മനസ്സിലായി തുടങ്ങി. താൻ അടുത്ത ദിവസങ്ങൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി, ഡോക്ടറെ കാണാനായിട്ട് പോയി. ദൂരത്തുനിന്ന് ഡോക്ടറെ കണ്ടപ്പോഴേ ഡോക്ടർ എങ്ങനെയാ ചോദിച്ചു, എന്തിനാ വന്നേ? കാര്യം 3 മാസം മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് എന്തിനാ വന്നേ എന്നൊരു ചോദ്യം ഡോക്ടർ ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല ഡോക്ടർ, എന്തോ ഒരു വ്യത്യാസം നിന്റെ ശരീരത്തിലുണ്ട്, ഒരു മാറ്റമുണ്ട്, ഒരു കാര്യം ചെയ്യണം, ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പന്റെ നിർബന്ധപ്രകാരം ഒരു തവണ കൂടി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ, ഒരു തവണ കൂടി സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ അലോ ചെയ്തു. അങ്ങനെ പോയി സ്കാൻ ചെയ്തിട്ട് റിസൾട്ടുമായിട്ട് വരുമ്പോൾ താൻ ഡോക്ടർ അടുത്ത് റിസൾട്ട് കൊടുക്കുമ്പോൾ ഡോക്ടർ ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് പോയെന്ന് ചോദിച്ചു. കാര്യം ഡോക്ടർ പറഞ്ഞു, ഞാനാണ് സർട്ടിഫൈ ചെയ്തത്, നിങ്ങളുടെ ശരീരത്തിന് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഏകദേശം 3 മാസത്തിനുള്ളിൽ നിങ്ങൾ മരിക്കുമെന്ന് സർട്ടിഫൈ ചെയ്തത് ഞാനാണ്. പക്ഷേ അപ്പൊ ചോദിച്ചു, എന്താ ഡോക്ടർ റിസൾട്ട് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്, ഈ റിസൾട്ട് പ്രകാരം നിങ്ങളുടെ 2 കിഡ്നിയും പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിൽ ഡോക്ടർ റീസർട്ടിഫൈ ചെയ്യാനായിട്ട് റീസർട്ടിഫൈ ചെയ്ത് പറയാനിടയായി തോന്നുന്നു. അപ്പം അന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഗോഡ് ഹു ഈസ് ലിവിങ്, ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ അന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു. അത് മെഡിക്കൽ സയൻസ് പറഞ്ഞിരുന്നത് മരിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് പെട്ടെന്ന് ഒരു ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റം വരികയാണ്. പെട്ടെന്ന് എന്റെ ശരീരത്തിലെ അവസ്ഥകൾ മാറുന്നു. തനിക്ക് മുന്നോട്ട് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. തന്റെ ശരീരത്തിലെ അവസ്ഥകളെല്ലാം മാറി നല്ലൊരു വിടുതൽ തന്റെ ശരീരത്തിൽ ദൈവം കൊടുക്കുന്നു. അങ്ങനെ ഞങ്ങൾ ദൈവത്തെ ആ നാളിൽ അറിയുവാനായിട്ട് ഇടയായി തോന്നുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദൈവത്തെ അറിയുവാനായിട്ട് ഒരു അവസരം ദൈവം നമുക്ക് തരും. എന്നാൽ ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ, ദൈവത്തിൽ ആഴമായി ഉറയ്ക്കുവാനായിട്ട് ചില പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നുപോയെങ്കിൽ, ചില മരുഭൂ പ്രയാണത്തിലൂടെ നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമേ ദൈവത്തിൽ നമുക്ക് കൂടുതലായിട്ട് ഉറയ്ക്കുവാനും ദൈവത്തെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന ആദ്യ നാളുകൾ ഞങ്ങള് അപ്പനും അമ്മയൊക്കെ സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളെ സൺഡേ സ്കൂളിന് വിടുന്നു. ഞങ്ങൾ എപ്പോഴും ഓർക്കുന്ന കുഞ്ഞുനാളുകളിൽ ഞങ്ങൾ സൺഡേ സ്കൂളിന് വളരെ സന്തോഷത്തോടെ, ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ ചർച്ച് നടക്കുന്ന മറ്റൊരു സ്ഥലത്താണ്. അവിടെയൊക്കെ ഞങ്ങൾ സൈക്കിളൊക്കെ എടുത്ത് സൈക്കിൾ ചവിട്ടി ഞങ്ങൾ അവിടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ സൺഡേ സ്കൂളിന് പോവുകയും സൺഡേ സ്കൂളിൽ പഠിക്കുകയും, ഞങ്ങളെ അധ്യാപകർ പാസ്റ്ററൊക്കെ വളരെ ഉത്സാഹത്തോടെ ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും, അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ അതിന്റെ പല മത്സരങ്ങളിലൊക്കെ PYP-യിലൊക്കെ പങ്കെടുക്കുകയും നല്ല രീതിയിൽ ആത്മീയമായിട്ടൊരു വളർച്ച, ബാല്യകാലത്തിൽ നല്ലൊരു ആത്മീയ ഒരു ബേസ് കിട്ടുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. സൺഡേ സ്കൂൾ മുഖാന്തരവും അതുപോലുള്ള പ്രോഗ്രാമുകൾ മുഖാന്തരവും പ്രസംഗ മത്സരങ്ങൾ മുഖാന്തരവും ഒക്കെ നല്ലൊരു ആത്മീയ അടിസ്ഥാനം തരുവാനായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദൈവം അവസരത്തെ നൽകി. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ ഞങ്ങളെ സൺഡേ സ്കൂളിന് പറഞ്ഞു വിടും. അത് നിർബന്ധമായിരുന്നു. ഞങ്ങൾ സൺഡേ സ്കൂളിൽ പോവുകയും അതുപോലെ തന്നെ വാക്യങ്ങൾ പഠിക്കുകയും, ഞങ്ങൾ ശരിക്കും വാക്യങ്ങൾ 50 വാക്യം ഞങ്ങൾ ഒറ്റയിരിപ്പിൽ ഞങ്ങൾ എടുത്ത് പഠിപ്പിക്കുമായിരുന്നു. വാക്യ മത്സരത്തിലൊക്കെ പങ്കെടുപ്പിക്കും. അങ്ങനെ നല്ലൊരു ബാല്യകാലം ആത്മീയ നിലവാരത്തിലുള്ള ദൈവത്തെ മനസ്സിലാക്കി, ദൈവത്തെ കുറിച്ച് അടിസ്ഥാനപരമായി മനസ്സിലാക്കി വളരുവാനുള്ള ഒരു ബാല്യകാലം മാതാപിതാക്കൾ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്നാനപ്പെടുന്നതൊക്കെ. അന്ന് അപ്പൻ എനിക്കൊരു ബൈബിള് തരികയൊക്കെ ചെയ്തു. അങ്ങനെ നല്ല ആത്മീയമായി ഞങ്ങളെ വളർത്തുവാനായിട്ട് അവര് മാക്സിമം ശ്രമിച്ചിരുന്നൊരു പേരൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങള് വലിയ സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് അപ്പനൊരു പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങി. മറ്റേ കള്ളുഷാപ്പൊക്കെ ഉപേക്ഷിച്ചു, നല്ലൊരു ബിസിനസ് ഒക്കെ തുടങ്ങി. നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ആ ദേശത്തുനിന്ന് മാറണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോൾ നല്ലൊരു വീടുണ്ട്, നല്ല ബിസിനസ് ഉണ്ട്, സാമ്പത്തികമായിട്ട് എല്ലാം കുഴപ്പമൊന്നുമില്ല. ബന്ധുക്കളൊക്കെ ഞങ്ങളോടൊപ്പം വിശ്വാസത്തിൽ അമ്മയുടെ അനിയത്തിയും കുടുംബവും മാത്രമേ ഉള്ളൂ. ബാക്കി ആരും, അപ്പന്റെ ബന്ധുക്കളോ അമ്മയുടെ ബന്ധുക്കളോ ആരും വിശ്വാസത്തിലില്ല. എന്നാൽ പീസ്ഫുൾ ആയിട്ടുള്ള സന്തോഷത്തോടെ ഇവരെല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ട്. സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല വരുമാനമുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ മിക്ക വെക്കേഷനുകളും കസിൻസ് എല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ നല്ല ഒരു ബാല്യകാലം ഞങ്ങൾക്കുണ്ട്. കസിൻസ് ഒക്കെ ആയിട്ട് എപ്പോഴും എല്ലാ വെക്കേഷനും കസിൻസ് എല്ലാം വീട്ടിൽ കാണും. അവര് വെക്കേഷൻ കംപ്ലീറ്റ് ഞങ്ങളുടെ അടുത്തായിരിക്കും സ്പെൻഡ് ചെയ്തത്. കാര്യം നല്ല ഫൈനാൻഷ്യലി എല്ലാം നല്ല വെൽ സെറ്റിൽഡ് ആണ്, നല്ല വീട് കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവാത്മാവ് ആ ദേശത്തുനിന്ന് പോകാൻ പറയുന്നത്. പെട്ടെന്ന് ഞങ്ങൾ ചിന്തിച്ചു, ഇങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ, കാര്യം ഇപ്പോ അതിൻ്റെ ഒരു സമയമല്ല എന്ന് ചിന്തിച്ചു. എന്നാൽ പെട്ടെന്ന്
ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാവാം പെട്ടെന്ന് ഞങ്ങളുടെ അവസ്ഥകൾ മാറി മറിഞ്ഞു. ഞങ്ങള് പുറത്തു കൊടുത്തിരുന്ന സാമ്പത്തികമൊക്കെയും തിരിച്ചു കിട്ടാതെയായി. റോള് ചെയ്തിരുന്ന പൈസയിലൊക്കെ പ്രശ്നങ്ങൾ വന്നു. ഫൈനാൻഷ്യലി ഒരു വല്ലാത്തൊരു ഫോളിലേക്ക് ഞങ്ങൾ പോകാനിടയിൽ തോന്നുന്നു. ഞങ്ങൾ മുമ്പോട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഒരു 5 ലക്ഷത്തിലധികം രൂപയുടെ കടം കയറി. എന്നാൽ ഞങ്ങൾ വീട് പണിതിരിക്കുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ്, അത് കൃത്യമായിട്ട് അടഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് 5 ലക്ഷം രൂപയിലധികം ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഹോട്ടൽ ബിസിനസ് തുടങ്ങിയായിരുന്നു. മറ്റൊരു ബിസിനസ് ഉണ്ട്. അങ്ങനെ 2-3 ബിസിനസ് ഒരുമിച്ച് പോകുമ്പം എല്ലാ ബിസിനസ്സും ഒറ്റയടിക്ക് തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. പെട്ടെന്ന് ഒരു 5 ലക്ഷത്തിലധികം രൂപയുടെ കടം വന്നു. വീട്ടിലേക്ക് കടക്കാർ കയറി വരാൻ തുടങ്ങി. ഞങ്ങൾ ഒറ്റപ്പെട്ടു തുടങ്ങി. ബന്ധുക്കളാരും ഞങ്ങളുടെ അടുത്ത് വരാതെയായി. ഞങ്ങളൊരു രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചിറക്കി അപമാനിക്കുന്ന നിലയിലേക്ക് വന്നു കാര്യങ്ങൾ. അപ്പൊ എങ്ങനെ മുമ്പോട്ട് പോകണം ഞങ്ങൾക്ക് അറിയത്തില്ല. സാമ്പത്തികമായിട്ടെല്ലാം ഞങ്ങൾ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, ഇനി ബാങ്കിൽ വെച്ച് പൈസ എടുക്കാൻ പറ്റില്ല. ഓൾറെഡി ബാങ്കിൽ ലോൺ ഉണ്ട്. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഫാമിലി ഉണ്ട്. അവര് പലിശയ്ക്ക് പൈസ കൊടുക്കുന്നവരാണ്. അവര് പറഞ്ഞു, ഈ വീട് തൽക്കാലം ഞങ്ങൾക്ക് പവർ ഓഫ് അറ്റോർണി തരുവാണെങ്കിൽ ഞങ്ങള് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന പൈസ, ഞങ്ങൾക്ക് അത്യാവശ്യം നിൽക്കാനായിട്ട് ഒരു 3,25,000 രൂപയുടെ ആവശ്യമുണ്ട്. ആ എമൗണ്ട് അവർ തരാം. പക്ഷെ 1-2 കണ്ടീഷൻസ് ഉണ്ട്. കാര്യം, വീട് ഓൾറെഡി ബാങ്കിൽ പണയത്തിലിരിക്കുന്നുണ്ട്. ഈ വീട് അവരുടെ പേരിൽ തൽക്കാലം എഴുതി കൊടുക്കണം. അവർ പറയുന്ന കാലയളവിൽ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ വീട് അവരുടെ പേരിലാകും. 2, ഞങ്ങൾ ആ വീട് താമസിക്കാൻ പാടില്ല ഈ കാലഘട്ടത്തിൽ. 6 മാസത്തെ ഒരു അവധിയാ പറഞ്ഞിരിക്കുന്നത്. ഈ 6 മാസം ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കണം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. നല്ല ആഗ്രഹിച്ച് മോഹിച്ചു വെച്ച വീടാണ്. എല്ലാം ഉണ്ട്. ഫർണിച്ചർ പോലും എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. ഞങ്ങൾ ഡ്രസ്സും എടുത്ത് പാക്ക് ചെയ്ത് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങണം. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം അപ്പന്റെ ബന്ധുക്കളെല്ലാം പലയിടത്തും പോയി. അവരെല്ലാം അപമാനിച്ചു, പറഞ്ഞു വിട്ടു, ഇല്ല ഇവിടോട്ട് ആരും വരണമെന്ന് പറഞ്ഞു. അമ്മയുടെ ബന്ധുക്കളുടെ അടുത്ത് പോയി, അവരെല്ലാം അപമാനിച്ചു. എന്നാൽ അമ്മയുടെ അനിയത്തി അവര് വിശ്വാസമാണ്. പക്ഷെ അവർ താമസിക്കുന്നത് വളരെ ദൂരത്തിലാണ്. അവിടെ വരെ ഞങ്ങൾക്ക് പോകുവാനോ അവരോടൊപ്പം താമസിക്കാനോ പറ്റത്തില്ല. ഞങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം ഇവിടെയാണ്. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മയുടെ അമ്മയുടെ ഒരു സഹോദരിയുടെ വീട്ടില് അവര് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം. എന്നാൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വീട്ടിലേക്കല്ല അവർ ക്ഷണിച്ചത്. വീടിന്റെ പുറകിൽ ഒരു വിറക് ഷെഡ് 4 തൂണ് ചാർത്തി അതിന്റെ മേളിൽ ഒരു മേൽക്കൂര വെച്ച് അതിനകത്ത് നിറച്ച് വിറക് അടുക്കി വെച്ചിരിക്കുന്ന ഒരു വിറക് ഷെഡാണ് അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അവിടെ താമസിക്കാമെന്ന് അവർ പറഞ്ഞു. വിറകെല്ലാം മാറ്റി ചുറ്റിനും ഷീറ്റൊക്കെ അടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് താമസിക്കാം. എന്നാൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇതിനകത്ത് താമസിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പാടില്ല, വിശ്വാസികൾ വരാൻ പാടില്ല, ദൈവദാസന്മാർ വിസിറ്റ് ചെയ്യാൻ പാടില്ല, ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഈ ഒരു 4 കണ്ടീഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ വെച്ചു. കാര്യം ആ സമയത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരെല്ലാം ആത്മഹത്യ ചെയ്യുന്ന ഒരു ട്രെൻഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. എന്നാൽ ഞങ്ങളോട് പറഞ്ഞു, ആത്മഹത്യ ഒന്നും ചെയ്യരുത്, നിങ്ങൾ ഇതിനകത്ത് താമസിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഇത് താമസിക്കണമെങ്കിൽ ഇത് ചുറ്റും 4 തൂണേ ഉള്ളൂ. 4 തൂണ് ചുറ്റും മറയ്ക്കണം. അപ്പം എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പം അപ്പം നടത്തിക്കൊണ്ടിരുന്ന ഹോട്ടലിൽ അടഞ്ഞു കിടക്കുകയാണ്. ആ ഹോട്ടൽ വിട്ടു. അതിനകത്തോട്ട് കിടന്ന ഫർണിച്ചറുകളും പാത്രങ്ങളും എല്ലാം നേരെ കൊണ്ടുപോയി ആക്രിക്കടയിൽ കൊടുത്തിട്ട് ആക്രിക്ക് തൂക്കി വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടുവന്ന് ഷീറ്റ് എടുത്ത് ഈ 4 തൂണും ചേർത്ത് ഷീറ്റ് അടിച്ച് ഒരു ഡോറും വെച്ച് മേളിലുള്ള തകിട് ഷീറ്റും സെറ്റ് ചെയ്ത് അതിനകത്ത് കിടക്കാമെന്നുള്ള ഒരു നിലവാരം വന്നു. അപ്പൊ അതിനകത്ത് കിടക്കണമെങ്കിൽ കട്ടിലില്ല, മേശയിലൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ ഈ വീട് കൊടുത്ത ആ ഓണറിനോട് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു കട്ടിലും ഒരു മേശയും ഞങ്ങൾ അതിനകത്ത് നിർത്തും. അത് അപ്പനും അമ്മയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിലും അപ്പൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മേശയും, അതും 2 മാത്രം എടുത്തു. അത് കൊണ്ടുവന്നു ഇതിനകത്ത് ഇട്ടു. ഇത് 2 ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾക്ക് കഷ്ടി നിൽക്കാം. അത്രേ സ്പേസ് ഉള്ളൂ. ഒരു ചെറിയ ബെഞ്ചും സൈഡിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഗ്യാസ് അടുപ്പും വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ പറ്റത്തില്ല, കിടക്കാനോ ഒന്നും സ്ഥലമില്ല. അപ്പം ചോദ്യം വന്നു, അപ്പനും അമ്മയ്ക്കും കട്ടിലിൽ കിടക്കാം, മക്കളായ ഞങ്ങൾ 2 പേര് എവിടെ കിടക്കും എന്നുള്ളൊരു ചോദ്യം വന്നപ്പോഴത്തേന് അമ്മയുടെ ചേച്ചിയൊക്കെ തൊട്ടടുത്ത, വലിയ ദൂരമില്ല, തൊട്ടടുത്ത് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ അവിടെ താമസിക്കുന്നത്. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കുഞ്ഞുങ്ങളല്ലേ, അവരെ ഇങ്ങോട്ട് വിടുന്നു പറഞ്ഞു. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. ഞങ്ങള് ഡെയിലി വൈകുന്നേരം സ്കൂൾ വിട്ട് വരും, നേരെ അങ്ങോട്ട് പോകും, അവിടെ കിടക്കും, അവിടുന്ന് രാവിലെ എഴുന്നേക്കും, റെഡിയായി നേരെ അവിടുന്ന് സ്കൂളിൽ പോകും. വരുന്ന വഴിക്ക് അപ്പനും അമ്മയും കയറി കണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. അവിടെ കുറച്ച് ദിവസം, വളരെ വിരലിലെണ്ണാവുന്ന, വളരെ 10-ൽ താഴെയുള്ള കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ വല്യമ്മച്ചിയുടെ ശകാരം കേട്ടോണ്ട് എഴുന്നേക്കുന്നത്, എനിക്ക് ഇവിടെ വെച്ചു വിളമ്പാനൊന്നും പറ്റത്തില്ല, തലയിൽ എണ്ണ തേച്ചിട്ട് വേണമെങ്കിൽ വന്ന് കുളിച്ചോണം, തലയിൽ എണ്ണ തേച്ചിട്ട് വന്ന് കുളിച്ചിട്ട് വേണേ പൊക്കോ എന്നുള്ള ഒരു വർത്തമാനം പറഞ്ഞു. ഭക്ഷണം ഒരുക്കി തരാനൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് ഞങ്ങൾ എഴുന്നേറ്റു. ഞങ്ങളുടെ അമ്മയുടെ അമ്മയും ഞങ്ങളോടൊപ്പം ആ വീട്ടിലുണ്ട്.
അമ്മച്ചിയുടെ വീട്ടിലുണ്ട്. ഞങ്ങൾ വിശ്വാസി വന്ന സമയത്ത് ഞങ്ങൾ വിശ്വാസി വന്നതിന്റെ പേരിൽ അമ്മയുടെ ആങ്ങള അമ്മയുടെ അമ്മച്ചിയൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അന്നു മുതലേ അമ്മ ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധി വന്നപ്പോഴത്തേന് അമ്മച്ചി നേരെ വല്യമ്മച്ചിയുടെ വീട്ടിലേക്ക്, അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഇത് അമ്മച്ചിയും കേൾക്കുന്നുണ്ട്, ഈ ശകാരിക്കുന്നത്. അമ്മച്ചിയും അവിടെ ഉണ്ട്, ഞങ്ങൾ അവിടെ ഉണ്ട്. അവർക്ക് വലിയ പ്രയാസമായി. ഞങ്ങൾ അവിടുന്ന് എഴുന്നേറ്റു, രാവിലെ തന്നെ എഴുന്നേറ്റു, റെഡി ആയില്ല. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പനോടും അമ്മയോടും ഈ കാര്യം പറഞ്ഞു. അപ്പനും അമ്മയും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങോട്ട് ഇനി പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം, ഇവിടെ ഉള്ള സൗകര്യത്തിൽ നമുക്ക് ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞു. അപ്പന് ജോലിയില്ല. അമ്മ ചെറിയൊരു കശുവണ്ടി ഫാക്ടറിയിൽ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്. അതിൽ നിന്നുള്ള വരുമാനം വെച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പം കിടക്കുന്നത് എവിടാന്നുള്ള ചോദ്യം വന്നപ്പോൾ അപ്പനും അമ്മയും കട്ടിലിന്റെ മുകളിൽ കിടക്കാം, ഞങ്ങൾ രണ്ടുപേരും കട്ടിലിനടിയിലേക്ക് പായ വിരിച്ചിട്ട് അതിനകത്ത് കിടക്കാം എന്നുള്ളൊരു തീരുമാനമെടുത്തു. അങ്ങനെ ആ ചെറിയ കുടിലിനകത്ത് ഞങ്ങൾ 4 പേരും കൂടെ താമസം ആരംഭിച്ചു. വളരെ ചുരുക്കം ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പന് ജോലിയില്ലാത്തതുകൊണ്ട് അപ്പൻ അകത്തിരുന്ന് പ്രാർത്ഥിക്കും, അമ്മ ജോലിക്ക് പോകും. ആ സമയത്താണ് ഗവൺമെന്റ് 3 രൂപയ്ക്ക് റേഷൻ അരി പ്രൊവൈഡ് ചെയ്യുന്നൊരു സിസ്റ്റം വന്നത്. അങ്ങനെ ആ 3 രൂപയ്ക്ക് 3 കിലോ അരി കിട്ടും. 9 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ 3 കിലോ അരിയും മേടിക്കും. തൊട്ടടുത്ത് മാർക്കറ്റ് ഉണ്ട്, 5 രൂപയ്ക്ക് മത്തിയും മേടിക്കും. ഇത് മേടിച്ചിട്ടാണ് ഞങ്ങള് ജീവിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം വേണമെങ്കിൽ തൊട്ടടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്. ഈ ഓഡിറ്റോറിയത്തിലെ ഓണർ തൊട്ടടുത്ത് മതിലിനപ്പുറത്തായിട്ട് ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച കല്യാണം കഴിയുമ്പോഴത്തേന് അയലത്ത് ഉള്ള ആളുകളോട് പറയും, ഭക്ഷണം അധികം ഉണ്ടെങ്കിൽ എടുത്തോളാൻ പറയും. ഞങ്ങൾ വേഗത്തിൽ പോകും. വേഗത്തിൽ പോയി വലിയ ചരുവം നിറച്ച് ചോറിട്ട് 1-2 ചരുവം നിറച്ച് ചോറ് വെള്ളം ഒഴിച്ചിടും. അവിടുന്ന് കൊണ്ടുവരുന്ന മോര് വലിയൊരു കണ്ടെയ്നറായിട്ട് എടുത്ത് മോര് വെക്കും. ബാക്കിയെല്ലാം അത്യാവശ്യം വേണ്ടുന്ന 2 ദിവസത്തേക്കുള്ള കറികൾ എടുക്കും. എന്നാൽ ഈ ചോറും ഈ മോരുകറിയും വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അത്യാവശ്യം അധികം നല്ല വിലരിയുടെ ചോറ് കഴിക്കണമെങ്കിൽ ഇത് വെച്ചാണ് കഴിക്കുന്നത്. അങ്ങനെ എന്നാൽ ഇടയ്ക്കൊക്കെ ആന്റി വരുമ്പോൾ ആന്റി ചെറിയ രീതിയിൽ ചെറിയ അരിയൊക്കെ കൊണ്ടുവരും. അവർ ഞങ്ങൾ വിസിറ്റ് ചെയ്യും. അങ്ങനെ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അപ്പന്റെ സ്നേഹിതര്, ചില ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇതെല്ലാം സംഭവിച്ചതല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, ദൈവത്തെ വിട്ടിട്ട് നീ നമ്മുടെ ക്ഷേത്രത്തിന് മുമ്പിൽ ഒന്ന് വന്ന് നിന്നാൽ മതി. ക്ഷേത്രത്തിൽ കയറണമെന്നോ പ്രാർത്ഥിക്കണമെന്നില്ല, അതിന്റെ മുമ്പിൽ ഒന്ന് നിന്നാൽ മതി. നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ തരാമെന്ന് അപ്പന്റെ സ്നേഹിതർ വന്നിട്ട് പറഞ്ഞു. അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, മരിച്ചു പോകുന്നെന്ന് പറഞ്ഞാലും ഈ ദൈവത്തെ വിട്ടിട്ട് പോകത്തില്ല. കാര്യം ഒരു നാളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് കിടന്നെടുത്തുനിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ദൈവമാണ്. ഈ ദൈവത്തെ അറിഞ്ഞു, ഈ ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. എത്ര കഷ്ടതയാണെങ്കിലും എത്ര പ്രയാസമാണെങ്കിലും ദൈവത്തെ വിട്ടിട്ട് പോകത്തില്ല, ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കുക. അന്ന് അപ്പനെടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു, ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളൊരു തീരുമാനം. ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളെ വിശ്വാസി കൊണ്ടുവന്ന പാസ്റ്റർ പോലും പലപ്പോഴും ഞങ്ങളോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ ഈ പ്രതിസന്ധിക്കകത്ത് നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഓർത്തു നിങ്ങൾ വിട്ടു പോകുമെന്ന് ഞാൻ ഓർത്തു, നിങ്ങൾ വിശ്വാസം കളഞ്ഞിട്ട് നിങ്ങൾ പോകുമെന്ന് ഞാൻ ഓർത്തു. എന്നാൽ ദൈവം നിങ്ങൾക്ക് അതിനുള്ള കൃപ തന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്നതെന്ന് അദ്ദേഹം എപ്പോഴും ഞങ്ങളുടെ ടെസ്റ്റിമണി പറഞ്ഞാലും അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങളുടെ ടെസ്റ്റിമണി പറയുന്നത്. അതുപോലത്തെ പ്രതിസന്ധിയായിരുന്നു. ഒരു മനുഷ്യരും വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യരും ഒരുപക്ഷെ നിൽക്കുന്ന പ്രതിസന്ധി അല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ 6 മാസമായി, ഇവിടുന്ന് മാറേണ്ട സമയമായി, ഞങ്ങളുടെ വീട് നഷ്ടപ്പെടുന്ന സമയമായി. പെട്ടെന്ന് ദൈവം അടുത്തൊരു വഴി ഞങ്ങൾക്ക് തുറന്നു തരികയാണ്. ഞങ്ങളുടെ ചർച്ചിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസിയും ഒരു അച്ഛനും കുടുംബവും അവര് താമസിച്ചുകൊണ്ടിരിക്കുന്ന കുടില്, ഒരു ചെറിയ കുടിലാണ് അവർ താമസിക്കുന്ന. ഇരവിപുരം എന്ന് പറയുന്ന സ്ഥലത്ത്, കൊല്ലത്ത് ഇരവിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് കായലിന്റെ സൈഡില് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി പാർത്തവരാണ് അവരെല്ലാം. അപ്പൊ അവരിങ്ങനെ തലമുറകളായി കൈമാറി വന്നിരിക്കുന്ന വസ്തുവും വീടുമാണ്. എന്നാൽ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്, കുടിയേറി പാർത്തതാണ്. ആ സ്ഥലം അവര് ഞങ്ങൾക്ക് തരാം. പുള്ളി വിദേശത്തേക്ക് പോവുകയാണ്. പുള്ളിയുടെ വൈഫും കുഞ്ഞുങ്ങളെയും പുള്ളിയുടെ വീട്ടിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സ്ഥലവും ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അമ്മയുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഏകദേശം 22,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 2 സെന്റ് സ്ഥലവും ഒരു ചെറിയ ഓലപ്പെരയും ചേർന്നിട്ട് ഒരു വസ്തു ഞങ്ങൾക്ക് തന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ താമസിക്കാനായിട്ട് ഞങ്ങൾ അവിടെ തീരുമാനമെടുത്തു. അങ്ങനെ ആ വീടും വസ്തു ഞങ്ങൾ മേടിച്ചു. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇപ്പൊ അന്നേരം താമസിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലത്ത് അയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത്, സ്വദേശം അതാണ്. അവിടുന്ന് പിന്നീട് ഞങ്ങളുടെ വീടെല്ലാം കയ്യിൽ നിന്ന് പോയി. 6 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി അത് അവരുടെ കയ്യിലായി. അവർ പറഞ്ഞു, ഫർണിച്ചറുകൾ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. വീട് അവരുടെ പേരിൽ എഴുതിയെടുത്തു. വളരെ തുച്ഛമായ ഏകദേശം 10-15-20 ലക്ഷം രൂപ കിട്ടേണ്ട വസ്തു ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത് 3,25,000 രൂപയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വസ്തു പോകുന്നത്. വളരെ പ്രയാസം തോന്നി, ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. എന്നാൽ ആ അകത്ത് കിടന്ന ഫർണിച്ചറുകളെല്ലാം എടുത്തു. അത്യാവശ്യം എല്ലാം ഒരു വണ്ടിക്കകത്താക്കി ഞങ്ങൾ നേരെ ഈ ഇരവിപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താമസം മാറുന്നു. അങ്ങനെ അവിടെ വന്നു. ഇതെല്ലാം ഒരു ലോങ് പീരീഡ് ഉണ്ട്. ഞങ്ങൾ വിശ്വാസി വന്ന് ഏകദേശം 8 വർഷത്തെ ഒരു ലോങ് പീരീഡ് ആണ്.
ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. 6 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലേക്ക് വരുന്നത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ സ്ഥലം മാറി പോകുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് മാറുന്നു. ഇരുപുറത്തേക്ക് ഞങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ ഓലപ്പുരയാണ്. പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നുമില്ല അവിടെ. പ്രത്യേകിച്ച് കിണറോ കാര്യങ്ങളൊന്നുമില്ല. വെള്ളം വേണമെങ്കിൽ ദൂരത്തുനിന്ന് പോയി വെള്ളം എടുത്തുകൊണ്ട് വരണം. ഡെയിലി ആവശ്യത്തിനുണ്ട്. എന്നാൽ ആ വസ്തുവും വീടും കണ്ടപ്പോഴത്തേനും അമ്മച്ചിക്ക് വളരെ സങ്കടം തോന്നി. കാര്യം കിടന്നിരുന്ന നല്ലൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലേക്ക് വരുമ്പോൾ അമ്മച്ചി പറഞ്ഞു, അവിടെ കട്ട കൊണ്ട് വീടൊന്നും കെട്ടാൻ പറ്റത്തില്ല. അമ്മച്ചി പറഞ്ഞു, നമുക്ക് ഇതൊന്നും ചോർന്നൊലിക്കുന്ന ഒരു പെരയാണ്, ചെറിയൊരു ഓലപ്പുരയാണ്, നമുക്ക് അതൊന്ന് പൊളിച്ചിട്ട് നല്ലൊരു ഓലപ്പുര പണിയാമെന്ന് പറഞ്ഞ് മേളിൽ തകര ഷീറ്റൊക്കെ ഇട്ട് നല്ലൊരു 2-3 മുറിയൊക്കെ തിരിച്ച് ഒരു അടുക്കളയൊക്കെ തിരിച്ച് ചെറിയ ഹോളൊക്കെ വെച്ചുകൊണ്ട് ഒരു ഓലപ്പുര, വലിയൊരു ഓലപ്പുര പണിതു. അതിനകത്ത് തന്നെ ഒരു കിണറൊക്കെ ഇറക്കി. അങ്ങനെ അതിനകത്ത് ഞങ്ങൾ താമസിക്കുന്നു. ബാക്കി ഞങ്ങളുടെ രണ്ടുപേരുടെയും, എന്റെയും അനിയന്റെയും പഠനം അവിടുന്ന് പിന്നീട് അങ്ങോട്ട് തുടർന്ന് പഠനം നടക്കുന്നു. ആ സമയത്ത് അപ്പനും അമ്മയും ജോലിക്ക് പോകും, അമ്മച്ചിയും ജോലിക്ക് പോകുന്നു. അമ്മച്ചിയും ഞങ്ങളോടൊപ്പം താമസം മാറി വന്നു. അവർ 3 പേരും ജോലിക്ക് പോകും, ഞങ്ങൾ പഠിക്കാൻ പോകും. ഞങ്ങൾക്ക് കിട്ടുന്ന വെക്കേഷൻ മുഴുവൻ ഞങ്ങൾ ചെറിയ ജോലികൾ കണ്ടെത്തി ഞങ്ങളും ജോലി ചെയ്യും. അങ്ങനെ ഒരുപാട് ജോലികൾ ഞാൻ പല ഇലക്ട്രോണിക് ഷോപ്പുകളിൽ നിന്നിട്ടുണ്ട്. ഇലക്ട്രിക് കടയിൽ നിന്ന് വർക്ക് പഠിച്ചിട്ടുണ്ട്. സോപ്പ് കമ്പനിയിൽ പോയിട്ടുണ്ട്. ഗ്യാസ് ചുമക്കാൻ പോയിട്ടുണ്ട്. ഇലക്ട്രിക് വർക്കുകൾക്ക് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ബസ്സിലെ കണ്ടക്ടറായിട്ട്, ഞങ്ങൾ ആ ദേശത്ത് ബസ്സിലെ കണ്ടക്ടറായിട്ട് കുറച്ചധികം വർഷങ്ങൾ എല്ലാ വെക്കേഷനും പോകുമായിരുന്നു. കിട്ടുന്ന സാമ്പത്തികം കൊണ്ടുവന്ന് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കും. അങ്ങനെ 10ാം ക്ലാസ് പാസ്സായി. +2 അതേ സ്കൂളിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു. VHSCക്ക് അഡ്മിഷൻ ലഭിച്ചു. IT VHSCയിൽ സിവിൽ എടുത്ത് VHSC പഠിച്ചു 2 വർഷം. അത് കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോൾ +2 കഴിഞ്ഞിട്ട് അടുത്ത ഡിഗ്രി പഠിക്കാനായിട്ട് മുഴുവൻ എല്ലാ ചെലവും അമ്മച്ചിയാണ്. 2 വർഷത്തെ ITയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി സർവേയർ ആയിട്ട് പഠിക്കാനായിട്ട്. ITയിൽ അഡ്മിഷൻ കിട്ടി. ആ അഡ്മിഷൻ എടുത്ത സമയം തൊട്ട് അമ്മച്ചിയാണ് 2 വർഷത്തേക്ക് പഠിപ്പിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മച്ചി ചെയ്തു തരാന്ന് പറഞ്ഞു. ഫീസൊക്കെ അമ്മച്ചി ചെയ്തു തരാന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം അപ്പനും അമ്മയും ജോലി ചെയ്യുന്നു. അങ്ങനെ ചെറിയ രീതിയിൽ കടങ്ങളെല്ലാം ഒതുക്കി ലൈഫ് ഒന്ന് സെറ്റിലായി തുടങ്ങുമ്പോഴത്തേനാണ് ഞങ്ങളുടെ വീട് മാറിയിട്ട് ഞങ്ങൾക്ക് മറ്റൊരു വീട്ടിലേക്ക്, അത് ഗവൺമെന്റ് തന്നെ അതിനു മുമ്പ് സുനാമി അടിച്ച് ഒരുപാട് തൊട്ടടുത്ത് കടപ്പുറമാണ്. അപ്പം സുനാമി പുനരധിവാസ പദ്ധതി എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് കൊണ്ടുവന്നു. സുനാമിയിൽ വീട് നഷ്ടപ്പെട്ടവർക്കും ഞങ്ങൾ താമസിക്കുന്ന കായൽവാരത്തുള്ളവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതി കൂടെ ചേർത്ത് ഒറ്റ പദ്ധതിയായിട്ട് സുനാമി പുനരധിവാസ പദ്ധതി എന്ന രീതിയിൽ അവരൊരു പ്ലാൻ കൊണ്ടുവന്നു. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു ഫ്ലാറ്റ്, അപ്പം ഏകദേശം 225 ഫാമിലീസ് താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിനകത്ത് ഞങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് കിട്ടുന്ന ഒരു ക്രമീകരണത്തിലേക്ക് വന്നു. പക്ഷെ അമ്മച്ചിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. അപ്പം ഞാൻ IT എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇതിന്റെ എല്ലാം പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട് കെട്ടുന്ന പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് IT പഠിച്ചു കഴിഞ്ഞ ഉടനെ എനിക്ക് ജോലി കിട്ടി. എറണാകുളത്ത് സർവേയർ ആയിട്ട് ഒരു കമ്പനിയിൽ 2 മാസത്തെ ട്രെയിനിങ് ആയിട്ട് അവിടെ ജോലി കിട്ടി. ട്രെയിനിങ് പീരീഡ് ബെറ്റർ ആണെങ്കിൽ അവിടെ കൺഫേം ആയിട്ട് ആ ജോലി കിട്ടും. എന്നാൽ 1.5 മാസം കൊണ്ട് എന്റെ ട്രെയിനിങ് അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ ഒരു ടീം ലീഡറായിട്ടാണ് അവർ എന്നെ അപ്പോയിന്റ് ചെയ്യുന്നത് അവിടെ. എന്നാൽ ഈ 1 മാസം കഴിഞ്ഞപ്പോൾ, ഞാൻ അവിടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് ഞാനൊരു ദിവസത്തെ 2 ദിവസം ലീവിന് വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വരുന്ന സമയത്താണ് അമ്മച്ചിക്ക് പെട്ടെന്ന് അസുഖം ഉണ്ടാകുന്നു. അമ്മച്ചിക്ക് വയ്യാതാവുന്ന ഒരു ദിവസം രാവിലെ അമ്മച്ചി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ അമ്മച്ചിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അമ്മച്ചിയെ അന്നേരം തന്നെ വിത്തിൻ അവേഴ്സ് അമ്മച്ചി ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നു. എന്റെ കൈകളിൽ കിടന്നുകൊണ്ടാണ് അമ്മച്ചി മരിക്കുന്നത്. പക്ഷെ അമ്മച്ചിയുടെ ആങ്ങളെ വിശ്വാസത്തിലല്ല, അമ്മയുടെ ആങ്ങളെയൊന്നും വിശ്വാസത്തിലല്ലാത്തതുകൊണ്ട്, അമ്മച്ചിയുടെ മോനൊന്നും വിശ്വാസത്തിലല്ലാത്തതുകൊണ്ട്, ഹിന്ദുക്കളായതുകൊണ്ട് ബോഡി അവർക്ക് വിട്ടുകൊടുത്തു. അവർ ആവശ്യം പറഞ്ഞ് ബോഡി അവർക്ക് വിട്ടുകൊടുത്തു. വളരെ സങ്കടത്തോടെ ഞങ്ങൾ നിൽക്കുന്നു. അങ്ങനെ ഞാൻ ഈ ജോലിക്ക് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു. ഏകദേശം കുറച്ച് മാസങ്ങൾ ഞാൻ ജോലി ചെയ്തപ്പോഴത്തേന് ഞാൻ ആ ജോലി വിട്ടിട്ട് ഞാൻ അടുത്തൊരു ജോലിക്ക് വേണ്ടിയിട്ട് അടുത്ത നല്ലൊരു കമ്പനിയിലേക്ക് മാറാനായിട്ട് അത്യാവശ്യം എനിക്ക് നല്ല കോൺടാക്റ്റുകളുണ്ട്. ഞാൻ സർവേയർ ആയിട്ട് എറണാകുളത്ത് ജോലി ചെയ്തതാണ്. അപ്പം സ്കൈ ലൈനും അതുപോലെയുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അങ്ങനെയുള്ള നല്ല ബിൽഡേഴ്സുമായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് അവിടെ പലയിടത്തും ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ICPF ഒരു 2012 അവസാനത്തോടുകൂടി കൊല്ലം ICPF ഞങ്ങൾ ഒരുമിച്ച് ഒരു മിഷൻ ട്രിപ്പ് മധുരയ്ക്ക് പോകുന്നത്. എന്നാൽ വർഷങ്ങളായിട്ട് ദൈവാത്മാവ് പല ദൈവാസങ്ങളിലൂടെയും ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് എന്നോട് ആലോചന പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ജോലിയും പ്രതിസന്ധികളൊക്കെ ഉള്ളത് കൊണ്ട് ജോലി ചെയ്യണം, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാകണം, നല്ലൊരു നിലയിൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം, മാതാപിതാക്കളെ നോക്കണം, നല്ലൊരു വീട് വെക്കണം. കാര്യം ഇപ്പൊ കിടക്കുന്ന സ്ഥലം അത്ര നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഒരു കോളനി ടൈപ്പാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി നല്ല സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളും എല്ലാം ക്രമീകരിക്കണം. ഈ ഒരു ചലഞ്ച് ഉള്ളത് കൊണ്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ മധുരയ്ക്ക് മിഷൻ ട്രിപ്പ് പോയപ്പോൾ അവിടെ വെച്ച് ദൈവാത്മാവ് വ്യക്തമായി സംസാരിച്ചു.
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പൊ ഞാൻ ദൈവത്തോടൊരു എഗ്രിമെന്റ് ചെയ്തു. ദൈവമേ, ഞാൻ ദൈവത്തിന് വേലയ്ക്ക് പോകാനായിട്ട് വിളി കൃത്യമായി കേട്ടതാണെങ്കിൽ ഞാൻ തിരിച്ച് ഞങ്ങൾ ഈ മിഷൻ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ അമ്മ ഡോറ് തുറക്കണം. ഞാൻ കാര്യം അവതരിപ്പിക്കുമ്പോൾ അവർ പ്രത്യേകിച്ച് ഒരു തടസ്സവും പറയരുത്, പറയാതെ തന്നെ എന്നെ എഗ്രി ചെയ്യുവാണെങ്കിൽ ഞാൻ തീർച്ചയായും കർത്താവിന് വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മിഷൻ ട്രിപ്പ് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. ഡോറിന് നോക്കി ചെയ്യുമ്പോൾ തുറക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പനകത്ത് കിടപ്പുണ്ട്. ഡോറ് തുറന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഇനി പോകുന്നില്ല, ജോലിക്ക് പോകുന്നില്ല, ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോവാണ്, ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു. അവരൊന്നും തിരിച്ച് ഒരു തീരുമാനമോ ഡിസ്കഷനോ ഒന്നും ഇല്ലായിരുന്നു. അവർ പെട്ടെന്ന് പറഞ്ഞു, ഓക്കെ മക്കളെ, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ അത് ചെയ്തോളാൻ പറഞ്ഞു. ഒറ്റ വേർഡ്, ഒറ്റ തീരുമാനമായിരുന്നു. അപ്പൊ അതെനിക്ക് മനസ്സിലായി, കൺഫേം ആണ്, കർത്താവ് എന്നെ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തീരുമാനമായിരുന്നു. പെട്ടെന്ന് എന്റെ പല അച്ചായന്മാരെ പരിചയമുണ്ട്. അവരിലൂടെയൊക്കെയും കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ അഡ്മിഷന്റെ കാര്യങ്ങളെ പറ്റി ക്രമീകരിച്ചു. അപ്പം അത് കഴിഞ്ഞ് ഈ മിഷൻ ട്രിപ്പ് കഴിഞ്ഞ് സെമിനാരി തുടങ്ങുന്നതിനിടയ്ക്ക് കുറച്ചധികം, ഏകദേശം ഒരു 4-5 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്ത് ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷൻ ബേസ് ചെയ്ത് പഠിപ്പിക്കാനും, അതുപോലെ തന്നെ പോളിടെക്നിക്കിൽ തൊട്ടടുത്തൊരു പോളിടെക്നിക്കിൽ ചെറിയൊരു ക്രാഷ് കോഴ്സ് ഉണ്ട്. അതിനും സെയിം സബ്ജക്റ്റ് ആയിട്ട് അതും പഠിപ്പിക്കാനായിട്ട്, അങ്ങനെ ഈ 2 സബ്ജക്ട് 2 കോളേജിൽ, പകൽ ഒരു കോളേജിലും ഈവനിങ്ങിൽ ഒരു കോളേജിലുമായിട്ട് പഠിപ്പിക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചു. കുറച്ചു നാള് അങ്ങനെ ഒരു 6 മാസത്തോളം അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സെമിനാരി പോകാനുള്ള പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇതിനിടയ്ക്ക് ഞങ്ങള് വീട് മാറുന്നു. പെട്ടെന്ന് ഞങ്ങൾക്ക് പുതിയ ബിൽഡിംഗ് റെഡിയായി കിട്ടുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ നേരെ ബൈബിൾ കോളേജിലേക്ക് പോകുന്നു. അവിടെ ഞാൻ പോയി 4 വർഷം BTS കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ BTS 4 വർഷം ചെയ്യുന്നു. ഇതിനകത്ത് അപ്പനോടും അമ്മയോടും ഫീസ് ചോദിക്കാനൊന്നും പറ്റത്തില്ല. കാര്യം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്. ജോലി കളഞ്ഞിട്ട് സെമിനാരിയിൽ എന്റെ ഇഷ്ടത്തിന് പോകുന്നതാണ്. അപ്പം ഫീസ് അടയ്ക്കണം, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്നാലും അപ്പൻ അത്യാവശ്യം പറ്റുന്ന പോലെ അപ്പൻ തരും. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിന്റെ സന്നിധിയിൽ ഒരുപാട് കണ്ണുനീരൊഴുക്കി, ഒരുപാട് പ്രാർത്ഥിച്ചു. കർത്താവെ, കാര്യം എന്റെ അക്കൗണ്ട് കാലിയാണ്, മിക്കപ്പോഴും എന്റെ അക്കൗണ്ട് കാലിയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമോ എന്തെങ്കിലും ഒരു ചെറിയ സാധനം വാങ്ങിക്കാനോ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഒന്നും കാണത്തില്ല. ഒരുപാട് സങ്കടപ്പെട്ടു, ഒരുപാട് പ്രാർത്ഥിച്ചു. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. കയറിയപ്പോൾ തന്നെ ഒരുപാട് ശാരീരികപരമായിട്ട് സെമിനാരി പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു. എനിക്ക് സെമിനാരി പഠിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ ഞാൻ സെമിനാരി വിട്ട് വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു. എങ്കിലും ദൈവത്തിന്റെ ഒരു കാരുണ്യ നിമിത്തം അതിനെല്ലാം റിക്കവറായി തിരിച്ചു വന്നു. 4 വർഷം വിത്തൗട്ട് എനി ഡിഫിക്കൽട്ടീസ്. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ നടുവിലൂടെ നടന്നു പോകാനായിട്ട് ദൈവം ബലം തന്നു, ദൈവം വഴിയൊരുക്കി. പലപ്പോഴും ദൈവം എനിക്ക് സാമ്പത്തികമായിട്ടാണ് എല്ലാം, ദൈവത്തിന്റെ ഒരു വലിയൊരു പ്രവൃത്തി ആ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചറിഞ്ഞു. 2017 അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. ബൈ ദാറ്റ് ടൈം അനിയൻ, അവനും പോളിടെക്നിക് പഠിച്ചു, അവനും ഒരു ജോലിയൊക്കെ ആയി. ഞാനിങ്ങനെ മിനിസ്ട്രിക്ക് ഇറങ്ങുന്ന സമയമായപ്പോൾ അദ്ദേഹവും ICPF ബന്ധത്തിൽ കൊല്ലത്ത് അസോസിയേറ്റ് സ്റ്റാഫ് വർക്കറായിട്ട് തന്റെ ജോലി ഉപേക്ഷിച്ചിട്ട് താനും മിനിസ്ട്രിക്ക് ഇറങ്ങി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നു. അപ്പം മുമ്പോട്ട് കാര്യങ്ങളൊക്കെയും ഇങ്ങനെ അടുത്തൊരു മിനിസ്ട്രിയുടെ ലെവലിലേക്ക് കയറണം. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച ദിവസങ്ങളിൽ കർത്താവ് അടുത്തൊരു സ്റ്റെപ്പ് എന്താണ്, ഞാൻ ഗ്രാജുവേഷൻ ചെയ്യുകയാണ്. പെട്ടെന്ന് എനിക്ക് ദൈവം ഒരു ദർശനം തന്നു. ഞാനൊരു ബാഗ് പാക്ക് ചെയ്ത് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ എന്നെ റിസീവ് ചെയ്യാനുള്ള ദൈവദാസനെ കണ്ടെത്താനായിട്ട് അല്പം പ്രയാസപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തെ കണ്ടെത്തുകയും അതിനുശേഷം ഞാൻ മിനിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആ ദേശത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സ്കൂൾ വിട്ട് കുറെ കുഞ്ഞുങ്ങൾ വരുന്നു. അവരുടെ യൂണിഫോമിന്റെ കളർ, അത് ഉൾപ്പെടെ ഒരു വലിയൊരു ദർശനം ദൈവാത്മാവ് എന്നെ കാണിക്കുകയാണ് ഒരു രാത്രി, ഞാൻ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ. അപ്പം എന്റെ സുഹൃത്ത് ഓൾറെഡി എന്നോട് പറഞ്ഞിരുന്നു, ഒരു പേരും തന്നു, പട്ടണത്തെ പറ്റി ഒരു പേരും തന്നു, ജോധ്പൂർ എന്ന് പറയുന്നത് പട്ടണത്തിന്റെ ഒരു പേരും തന്നു. അപ്പൊ ഇതെല്ലാം വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്നൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, രാജസ്ഥാനിലേക്ക് താൻ പോവുകയാണ്, ജോധ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താൻ പോവുകയാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, ഓക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഞാനും വരികയാണ്. പേരും ജോധ്പൂർ എന്ന് കേട്ടപ്പോഴും ഞാൻ പറഞ്ഞു, ഓക്കെ, ദൈവാത്മാ തന്ന സ്ഥലപ്പേരാണ്, ഞാനും വരിക എന്ന് പറഞ്ഞു. ഞാൻ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തു. തിരിച്ച് വരുന്ന വഴിക്ക് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു. മനസ്സിലൊരു ഭാരം തോന്നി. കർത്താവ്, ഇത് കറക്റ്റ് ആണോ, ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ? ഒരു ഗൈഡൻസ് ഫീൽ ചെയ്യുന്നില്ല, ഒരു ആത്മീയ ഗൈഡൻസ് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേന് അന്ന് വൈകിട്ട് എന്റെ സെമിനാരി സാറ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജമ്മു കാശ്മീരിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ജമ്മു കാശ്മീരിൽ പോകണമെന്ന്. അപ്പം പറഞ്ഞു, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, പോകാമെന്ന് വെച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, യെസ് സാർ, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ കെയർ ഓഫിൽ നേരെ ജമ്മു കാശ്മീരിലേക്ക് മിഷണറി ആയിട്ട് പോകാനായിട്ട്. ഞാൻ വേറെ ഒന്നും നോ എന്ന് പറഞ്ഞില്ല, പെട്ടെന്ന് ഞാൻ എസ് പറഞ്ഞു. എന്റെ മിഷനിൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സഡൻ ഓഫ് എസ് പറയുന്ന ഒരു തീരുമാനമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതുവരെയുള്ള എന്റെ മിനിസ്റ്റർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എസ് പറഞ്ഞു, ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങളെല്ലാം ക്രമിച്ചു. അപ്പൊ ഞാൻ ഓർത്തു, ഈ ടിക്കറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ എസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തോ ഒരു റിലീഫ് ഫീൽ ചെയ്തു. ഇതൊരു ആത്മീയ ഗൈഡൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് ഞാൻ
പോയി ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പൊക്കോ, ഞാനില്ല. എന്നിട്ട് ഞാൻ നേരെ ബുക്ക് ചെയ്ത് ജമ്മു കാശ്മീരിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു, ജമ്മുവിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവിടെ എനിക്ക് പരിചയമുള്ള ദേവാസനുണ്ട്, അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു അത് AG-യിലാണ്. അപ്പം ഞാൻ AG-യുടെ മിഷൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. അതിന്റെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ പോകേണ്ട സമയമായപ്പോഴത്തേനും ഞാൻ ട്രോളി ഉരുട്ടിക്കൊണ്ട് പോകുന്നതാണ് ഞാൻ കണ്ടത്. പക്ഷെ എന്റെ കയ്യിൽ ട്രോളിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ഓർത്തു എനിക്ക് ട്രോളി ഇല്ലാതെ ഞാൻ അങ്ങനെ ട്രോളി ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ പെട്ടെന്ന് എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. പുള്ളി എനിക്കൊരു മീറ്റിംഗ് തന്നു, എറണാകുളത്ത് അവരുടെ ചർച്ചിലൊരു മീറ്റിംഗിന് വിളിച്ചു. ഞാൻ ആ മീറ്റിങ്ങിന് പോയി. ഞാൻ ജമ്മുവിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ ജമ്മു കാശ്മീരിലേക്ക് എത്താൻ വേലയ്ക്ക് വേണ്ടി പോവുക, പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങുമ്പോൾ എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, സനുവേ നീ പോവുമല്ലേ, ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാനൊരു ട്രോളി ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നു, ഒരു യാത്രയ്ക്ക് അത് ആവശ്യമല്ലേ, നിങ്ങൾക്ക് ട്രോളി ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്ക് ട്രോളി ഇല്ല. അങ്ങനെ പുള്ളി എന്നെയും കൊണ്ട് പുള്ളിയുടെ ചർച്ചിലുള്ള ഒരു അച്ചായന്റെ കടയിലേക്ക്, ട്രോളി കടയാണ് അച്ചായന്, ആ കടയിൽ ചെന്നപ്പോഴത്തേന് അതിൽ നിന്നൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ട്രോളി എടുത്തിട്ട് എന്റെ കയ്യിൽ തന്നിട്ട് അച്ചായൻ പറഞ്ഞു, ഇത് എന്റെ ഗിഫ്റ്റായിട്ട് പാർശ്വകരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്റെ സ്നേഹിതം മേടിച്ചു തരാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ഈ അച്ചായൻ എനിക്ക് ഗിഫ്റ്റായിട്ട് ആ ട്രോളി തന്നു. അപ്പൊ ആ ട്രോളി ആയിട്ടാണ് ഞാൻ തിരിച്ച് കൊല്ലത്തേക്ക് വരുന്നത്. അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്തു, ബാഗൊക്കെ പാക്ക് ചെയ്തു. പക്ഷെ ജമ്മു കാശ്മീരിലേക്ക് പോകുമ്പോൾ എനിക്കറിയത്തില്ല ഞാൻ അവിടെ എന്താ പ്രതിസന്ധി അനുഭവിക്കാൻ പോകുന്നതെന്ന്. പഠാൻകോട്ട് കഴിഞ്ഞപ്പോഴത്തേന് എന്റെ സിഗ്നൽ കട്ടായി, മൊബൈലിലെ സിഗ്നൽ കട്ടായി. പിന്നെ അങ്ങോട്ട് എനിക്ക് ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പുറത്തുനിന്നുള്ള സിം ജമ്മു കാശ്മീരിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ജമ്മു കാശ്മീരിലെ സിം പുറത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതിനെ പറ്റി എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പഠാൻകോട്ട് ക്രോസ് ചെയ്തപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി ഞാൻ ഈ ദേവാസനം എവിടെ പോയി കണ്ടെത്തും എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഇറങ്ങി അവിടെ മൊത്തം അന്വേഷിച്ചു. അപ്പം ഞാൻ ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് മാറിയാണ് ഇപ്രാവശ്യം ട്രെയിൻ വന്നത്. അതുകൊണ്ട് ആ ദേവാസനം എന്നെ കണ്ടെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഫൈനലി ഞങ്ങൾ തമ്മിൽ കണ്ടെത്തി. അപ്പൊ എനിക്ക് മനസ്സിലായി രണ്ടാമത്തെ സിറ്റുവേഷൻ ഇതായിരുന്നു ദൈവം കാണിച്ചത്. പിന്നീട് ഒരു ചില മാസങ്ങൾ ഞാൻ ആ ദേവാസന്മാരോടൊപ്പം അവിടെ ജമ്മുവിൽ മിനിസ്റ്റർ ചെയ്തപ്പോഴത്തേന് അസോസിയേറ്റ് ആയിട്ട് മിനിസ്റ്റർ ചെയ്തപ്പോഴത്തേന് ദേവാസന്മാർ പറഞ്ഞു, ഇനി സനു അടുത്തൊരു സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞു. എന്നെ ശരിക്കും അവർ ഹയർ ചെയ്യുന്നത് ജമ്മുവിൽ ഒരു സ്റ്റേഷനിലേക്കാണ്. പക്ഷെ അവിടെയുള്ള ദേവാസന്മാർക്ക് എന്നെ ആ സ്റ്റേഷനോട് വിടാൻ താല്പര്യമില്ല. അവർ പറഞ്ഞു, സനു പ്രാർത്ഥിച്ച് എവിടെയാണോ ഒരു ദൈവാത്മാവ് ഗൈഡൻസ് തരുന്നത് അതനുസരിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചു കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ സ്ഥലം ഓർമ്മ വന്നു. ജോധ്പൂർ എന്ന് പറയുന്ന സ്ഥലമാണല്ലോ ദൈവാത്മാവ് എന്നെ കാണിച്ചതെന്ന്. അങ്ങനെ ഞാൻ മാപ്പിലെല്ലാം തപ്പി ഞാൻ നോക്കിയപ്പോൾ ഡോഡ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില് ജമ്മു വിട്ട് കശ്മീരിലേക്ക് കയറുന്ന ആ ബോർഡർ സൈഡിലുള്ള ഡിസ്ട്രിക്റ്റ് ആണ് ഡോഡ ഡിസ്ട്രിക്ട്. ആ ഡിസ്ട്രിക്റ്റില് അതിനകത്ത് ഡോഡ ടൗണിനകത്ത് നിന്ന് ഒരു മൂന്നാമത്തെ വില്ലേജ് ആണ് ജോധ്പൂർ എന്ന് പറയുന്ന വില്ലേജ്. അപ്പൊ ആ വില്ലേജ് അങ്ങനെ ഒരു പേരോടുകൂടി ഒരു വില്ലേജ് ഉണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവിടേക്കാ പോകാൻ തയ്യാറപ്പെടുന്നത്. അപ്പൊ എല്ലാവർക്കും പ്രയാസം തോന്നി. കാര്യം അവരുടെ എല്ലാ സ്ഥലത്തു നിന്നും ദൂരത്താണ്, 100-200 കിലോമീറ്റർ മല കയറി ദൂരം പോകണം. അവർ ചോദിച്ചു അത്രയും ദൂരം പോകുന്നുണ്ടോ, അത് ചില ദൂരമല്ല, ഞങ്ങൾക്ക് ഓടിയെത്താൻ പറ്റത്തില്ല എന്തെങ്കിലും പറ്റിയാല, കാര്യം അത് മുസ്ലിം ബെൽറ്റുള്ള ഒരു സ്ഥലമാണ്, അവിടെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് പോയി സ്ഥലം കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു 3 ദേവാസന്മാരുടെ ഞങ്ങളൊരു യാത്ര ചെയ്തു. ഞങ്ങൾ ആ സ്ഥലത്ത് ചെന്നു. ആ ടൗണിന്റെ മെയിൻ എൻട്രൻസ് ഗേറ്റ് ക്രോസ് ചെയ്ത് അകത്തോട്ട് കയറുമ്പോ ഞങ്ങൾ കാണുന്നത് ഒരു കൂട്ടം സ്റ്റുഡൻസ് സ്കൂള് വിട്ടു വരുന്നു. അവർ യൂണിഫോമിന്റെ കളർ ഇതാണ്. ഞാൻ അന്നേരം പറഞ്ഞു, ഇതാണ് ദൈവാത്മാവ് എന്നെ കാണിച്ച സ്ഥലം, ഞാൻ ഇവിടെ വന്ന് ദൈവവേല ചെയ്യണമെന്നാണ് ദൈവാത്മാവ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫിക്സ് ചെയ്തു ആ സ്ഥലം എന്ന്. പക്ഷെ അവിടെ വീട് കിട്ടത്തില്ല. അപ്പൊ ഞങ്ങൾ ഒരു സോഷ്യൽ വർക്കിന് വന്നതാന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു റൂം അറേഞ്ച് ചെയ്തു. ഒരു മലയുടെ ഏറ്റവും താഴെ ഒരു 2-3 പള്ളികളുടെ നടുക്കായിട്ട് ഒരു മുസ്ലിംസിന്റെ ഒരു ഏരിയ ആണ് ആ റൂം എന്ന് പറയുന്നത്. അവിടെയാണ് എനിക്ക് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു 2 ആഴ്ചത്തെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് പോകുന്ന സമയമായി. അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയമായപ്പോഴത്തേന് അവിടെയുള്ള ജമ്മുവിലുള്ള നല്ല നല്ല ദേവാസന്മാർ, എല്ലാം നല്ല സ്നേഹമുള്ള ദേവാസന്മാരാ. അപ്പൊ അതിലൊരു സ്കൂൾ നടത്തുന്ന ഒരു ദേവാസം പറഞ്ഞു, ആ പുള്ളിക്ക് ഒരു എർട്ടിക ഉണ്ട്, പുള്ളി ആ വണ്ടി വിട്ടു തരാം, ആ വണ്ടിക്ക് എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. അപ്പം വണ്ടിയൊക്കെ റെഡിയായി. അപ്പം ഞങ്ങളെല്ലാം പാക്ക് ചെയ്തു. എന്നാൽ അന്നത്തെ ദിവസം രാവിലെ വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ ആ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഒരു കുഴപ്പമില്ലാത്ത പുതിയ എർട്ടികയാണ്, ഒരു രീതിയിൽ സ്റ്റാർട്ട് ആവുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീട്ടിലുണ്ട്. ആ വീട്ടിലെ പാസ്റ്റർക്ക് ഒരു ഡിക്കിയുള്ള ഇൻഡിഗോ ഉണ്ട്. പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, നമുക്ക് എന്റെ വണ്ടി ഉള്ളൂ, അതിനകത്ത് പോകാന്ന് പറഞ്ഞു. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് അത് സ്റ്റാർട്ട് ആവുന്നില്ല. ഒരു കുഴപ്പമില്ലാത്ത വണ്ടികൾ തള്ളി ഒരു രക്ഷയില്ലാതെ സ്റ്റാർട്ട് ആവുന്നില്ല. അവസാനം വേറൊരു പാസ്റ്റർക്ക് ഒരു ചെറിയ നാനോ കാർ ഉണ്ട്. ആ നാനോ കാറിനകത്ത് ഞങ്ങൾ എല്ലാ സാധനങ്ങളും കയറ്റി വെച്ച് മാക്സിമം നിറയ്ക്കാൻ പറ്റുന്നത്ര നിറച്ച് ചൈൽഡ് ലോക്ക് വിട്ട് എന്നെ പുറകിലിരുത്തി ഡോർ ലോക്ക് ചെയ്തു. എനിക്ക് ഫ്രണ്ടും കാണത്തില്ല, സൈഡും കാണത്തില്ല. അതുപോലത്തെ ഒരു ചെറിയ വണ്ടിക്കകത്ത് ഇതെല്ലാം കയറ്റി ഞങ്ങള് യാത്ര തിരിക്കുകയാണ് ആ ഡോഡ പട്ടണത്തിലേക്ക്.
ഇറങ്ങുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അതുവരെ ജമ്മു കാശ്മീരിൽ അതുവരെ ജമ്മുവിൽ വന്നിട്ടില്ലാത്തൊരു വലിയൊരു ട്രാഫിക്കിൽ ഞങ്ങൾ പെടുന്നു. ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഓൺ ദ വേയിൽ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ ഈ ബ്ലോക്ക് എല്ലാം താണ്ടി ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഉച്ചയായി. ആ ദേവാസന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉച്ചയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തുന്ന സമയത്ത് ഞങ്ങൾ ഉച്ചയ്ക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ ചെയ്യുന്നത് വൈകുന്നേരമാണ് ചെല്ലുന്നത്. എത്രയേറെ സ്ട്രഗിൾ ചെയ്താണ് ആ ദേശത്ത് കത്താനും വേലയ്ക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുവന്ന് അവർ ഡ്രോപ്പ് ചെയ്ത് അവർ അന്നേരം പോന്നു. ഞാൻ അവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങുന്നു. ഒരു മലയാളികളില്ല, ഒരു വിശ്വാസികൾ ആരുമില്ല, ഒരു ദേവാസന്മാരില്ല, സഭകളില്ല. ഒരു ഏകാന്തമായ ഒരു സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു. പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് കുറച്ചധികം നാളുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഈ ദൈവാത്മാവ് കാണിച്ച പട്ടണത്തിലേക്ക് വില്ലേജിലേക്ക് വിസിറ്റിന് പോയി. ഒരു ദിവസം ഉച്ചയായപ്പോൾ ഞാൻ ഇറങ്ങി. എനിക്കറിയത്തില്ല അങ്ങോട്ടുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. എല്ലാം വിശ്വാസത്തോടെ ഇറങ്ങി തിരിക്കുകയാണ്. മുമ്പിൽ ഒന്നും അറിയത്തില്ല, ഒരു പിടുത്തവും ഇല്ല. വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചു. നേരെ പോയി ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്നു. ഈ സ്ഥലത്തേക്ക് ബസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അവർ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ബസ് കയറുന്നു. ഞാൻ ആ ബസ് കയറി ഞാൻ ആ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ ഒറ്റ ബസ്സേ ഉള്ളൂ. ഈ വന്ന ബസ് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല ഇങ്ങോട്ടേക്ക്. അപ്പൊ ആ ബസ്സിൽ തന്നെ ഞാൻ തിരിച്ച് പട്ടണത്തിലേക്ക് വരണം. അപ്പം ഞാൻ എന്നാ പിന്നെ ഇറങ്ങാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാനുള്ള സമയമില്ല. ഞാൻ മറ്റൊരു ദിവസം വരാമെന്ന രീതിയിൽ ഞാൻ അതേ ബസ്സിൽ തന്നെ ഇരുന്നു. അപ്പൊ ആ ബസ് ഓടിക്കുന്ന ഒരു പുള്ളി നാട്ടിലൊക്കെ ബസ് ഓടിച്ച് വണ്ടി ഓടിച്ച് വന്നിട്ടുള്ള പുള്ളിക്ക് ഇച്ചിരി തമിഴൊക്കെ അറിയാവുന്നുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഇവിടെ തൊട്ടടുത്തൊരു പരിപാടി നടക്കുന്നുണ്ട്, വാന്നും പറഞ്ഞു എന്നെ വിളിച്ച്. ഞാൻ നോക്കുമ്പോൾ ഒരു വലിയൊരു ക്ഷേത്രത്തില് ഭക്ഷണമൊക്കെ അന്നദാനം നടക്കുകയാണ്. വലിയ ആ വില്ലേജ് മൊത്തം ആ ക്ഷേത്രത്തിലുണ്ട്. അവിടെ വലിയ ഡാൻസും പരിപാടികളും അന്നദാനം നടക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചിട്ടാ വന്നത്, വേണ്ടാന്ന് പറഞ്ഞു. കേൾക്കത്തില്ല, അവർ നിർബന്ധിക്കുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ പുള്ളി അമ്പലത്തിനകത്തേക്ക് കടന്നുപോയി. അമ്പലത്തിനകത്തുനിന്ന് ഒരു അനൗൺസ്മെന്റ് വരുന്നു, നമ്മുടെ വില്ലേജിൽ നിന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹം അകത്ത് വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ തന്നെ നോക്കുന്നു, കർത്താവ് ഇവരെല്ലാം കൂടെ എന്നെ ഇപ്പൊ കൊണ്ടുപോകും. ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്ന പോലെ ഞാൻ എടുത്തു. ഞാൻ ആ സൈഡിൽ കൂടെ ഓടി, വില്ലേജിന്റെ ഏതോ വഴി കിടക്കെ ഓടി ഞാൻ ഈ ബസ്സിനകത്ത് വന്ന് കയറിയിരുന്നു. അവർക്ക് എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഡ്രൈവർ തിരിച്ച് വണ്ടി പുള്ളിക്ക് പട്ടണത്തിൽ കൊണ്ടുവരണം. അപ്പൊ പുള്ളി തിരിച്ച് വണ്ടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ വണ്ടിക്കകത്തിരിക്കുന്നു. പുള്ളി എന്നോട് ചോദിച്ചു ഇത് എവിടെ പോയി, കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്, അതുകൊണ്ട് ഞാൻ ഇനി പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വണ്ടി എടുത്തു. ഒരു വില്ലേജ് കഴിഞ്ഞപ്പോഴത്തേന് ആളുകളില്ല, പിന്നെ യാത്ര ചെയ്യാൻ. പുള്ളി പറഞ്ഞു ഇനി ഞാൻ മെയിൻ ടൗണിലേക്ക് പോകുന്നില്ല, ഞാൻ ഇവിടെ നിർത്തുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. എന്നെ അവിടെ ഇറക്കി വന്നു. പിന്നെ 2 വില്ലേജ് ഞാൻ താണ്ടാനുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഞാൻ അവിടെ മിനിസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ ദൈവം എനിക്കൊരു വഴികളെ ഒരുക്കി. ഞാൻ അവിടുന്ന് മേലെ ടൗണിൽ വന്നു. ഹിന്ദി പ്രോപ്പറായിട്ട് അറിയത്തില്ല, ഭാഷ ഒന്നും അറിയത്തില്ല. അവിടെ ഉള്ളത് പലതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നവരാണ്. കശ്മീരി ഭാഷ സംസാരിക്കുന്നവരുണ്ട്, വില്ലേജ് ഭാഷ സംസാരിക്കുന്നവരുണ്ട്. ഹിന്ദി എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ താമസിക്കുന്നിടത്ത് വീട് മാറി താമസിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ചെറിയ ടൗണിലേക്ക് മാറി താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പലരോടും പോയി പല രീതിയിൽ വീട് അത് വേറൊരു സാക്ഷ്യമാണ്. ഞാൻ വീട് അന്വേഷിക്കാനായിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നു. ഞാൻ അവിടെ പോയി പലരോടും വീട് ചോദിക്കുന്നു, ആരും വീട് തരുന്നില്ല. കാര്യം ഞാൻ അപരിചിതൻ, ഞാൻ സ്ട്രേഞ്ചറാണ്. എല്ലാവർക്കും പേടിയുണ്ട് വീട് തരാനായിട്ട്. അപ്പൊ ഞാൻ ആ ടൗണില് ജംഗ്ഷനിൽ വന്ന് നിന്നിട്ട് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഭൂമിയും അതിന്റെ ഭൂതലവും അങ്ങേക്കുള്ളതാ. എന്നെ സുവിശേഷ വേലയ്ക്ക് ഇവിടെ ആക്കിയത് അങ്ങാണ്. അങ്ങനെ ഇവിടെ ആക്കിയെങ്കിൽ എനിക്കൊരു വീട് താമസിക്കാൻ വേണം. എനിക്ക് ആ മലയുടെ താഴെ കിടക്കാൻ പറ്റത്തില്ല. കാര്യം എപ്പോഴും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഈ മല മുഴുവൻ കയറി മുകളിൽ വന്നെങ്കിൽ എനിക്ക് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു മിനിസ്ട്രിക്ക് അതെനിക്ക് പറ്റത്തില്ല, എനിക്കൊരു വീട് എനിക്ക് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. നേരെ ഫ്രണ്ടിൽ കണ്ട ഗലിയിലേക്ക് പലതവണ കയറി ഇറങ്ങിയതാണ്. ഞാൻ അങ്ങോട്ട് കയറി ഇറങ്ങുന്നു. മുമ്പോട്ട് നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വ്യക്തി നടന്നു വരുന്നു. അവർ രണ്ടുപേരും സംസാരിച്ചു വരുന്നു. പെട്ടെന്ന് ഇദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു. ഞാനും അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ ചോദിച്ചു എനിക്ക് വീടുണ്ടാവും എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു കൂടെ വരാൻ പറഞ്ഞു. എനിക്ക് യാതൊരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ ആദ്യമായിട്ട് കാണുമ്പോൾ എന്നോട് പറയാം കൂടെ വരാൻ പറയുന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പം കൂടെ നടക്കുന്നു. മുമ്പ് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി ബൈ പറഞ്ഞു പോയി. ഇദ്ദേഹം കുറേ സംസാരിക്കുന്നുണ്ട്. ഹിന്ദിയാണ് സംസാരിക്കുന്നത്, വേറെ ഭാഷയാണ് സംസാരിക്കുന്നത്, എനിക്കൊന്ന് കശ്മീരി ആയിരിക്കും. കുറേ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ റിപ്ലൈ തരുന്നില്ല. എന്നോട് സംസാരിക്കുന്നത് പോലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പുള്ളി തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു എവിടുന്നാന്ന് ചോദിച്ചു. ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണ്. ഓക്കെ, ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സോഷ്യൽ വർക്കറായിട്ട് വന്നതാണ്, സോഷ്യൽ വർക്ക് ചെയ്യാൻ വന്നതാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങളൊന്നും റെസ്പോണ്ട് ചെയ്യാനൊന്നും മനസ്സിലായി. പുള്ളി നേരെ എന്നെയും കൊണ്ട് വേറെ 1-2 വഴികളെ കയറി ഒരു കടയുടെ വാതിലിൽ ചെന്നിട്ട് അവിടെ എന്നെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പുള്ളി പറഞ്ഞു ഇദ്ദേഹത്തിന് എന്തോ വേണമെന്ന് വെച്ചാൽ അത് ഹെൽപ്പ് ചെയ്തിട്ട് പൊക്കോളാം, ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പോക്ക് പോയി. ഞാൻ ആ പുള്ളി പിന്നീട് കുറെ മാസങ്ങള് പിന്നെ എപ്പോഴും ഒരു തവണയും കൂടി കണ്ടുള്ളൂ. അത് ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹം എന്നെ ആക്കിയിട്ട് പോയി. അദ്ദേഹം എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല, ആരാന്നും എനിക്കറിയത്തില്ല. പുതിയൊരാള്
കോണ്ടാക്ട് വന്നു. ഇദ്ദേഹം എന്നെ കൊണ്ട് വേറൊരു തോട് പോകുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു പുതിയ റൂം, ബിൽഡിംഗ് പണിത് തീർന്ന പുതിയ നല്ലൊരു റൂമും അതിനകത്തൊരു ചെറിയ ബാത്റൂമും ചെറിയൊരു കിച്ചൺ ഫെസിലിറ്റി ആയിട്ട് നല്ലൊരു റൂം പുള്ളി എനിക്ക് വാടകയ്ക്ക് വേണ്ടിയിട്ട്, പുള്ളിയുടെ ജ്യേഷ്ഠന്റെ സ്ഥലമാണെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ റൂം വാടകയ്ക്ക് തരും. ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. ദൈവം മുന്നമേ സകലതും ഒരുക്കിയിട്ടുണ്ട്. ദൈവം തന്നെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ആക്കുമ്പോൾ ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടാവും. ദൈവം അതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്റെ വിവാഹത്തിന്റെ കാര്യങ്ങളെ ക്രമീകരിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ സ്നേഹിതരോടെല്ലാം പറഞ്ഞു, എന്റെ സഭയിലുള്ള ശുശ്രൂഷനോട് പറഞ്ഞു, മറ്റ് പലരോടും പറഞ്ഞു. എന്റെ മാതാപിതാക്കൾ പലരോടും അന്വേഷിക്കുന്നുണ്ട് കല്യാണത്തിന്റെ കാര്യങ്ങളെ പറ്റി. മിനിസ്ട്രി ആണെങ്കിൽ വിവാഹം കഴിക്കണം. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേന് പലരും ഏറ്റവും അടുത്ത് സഹായിക്കേണ്ട ദൈവദാസന്മാർ പോലും ചോദിച്ചു, എന്ത് പറഞ്ഞിട്ടാണ് നിനക്ക് കല്യാണം നടത്തണ്ടേ? നിനക്കൊരു പ്രോപ്പർ, അവരുടെയൊക്കെ ചിന്തയിൽ ഞാനൊരു ചർച്ച് പാസ്റ്റർ അല്ല, ഒരു സ്ഥലത്ത് പുതിയ മിഷന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ അവരുടെ ചിന്തയിൽ ഞാനൊരു ചർച്ചിലെ ഏതെങ്കിലും ചർച്ചിന്റെ പാസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റിൽഡ് ആണെങ്കിൽ അവർ കല്യാണം ആലോചിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, ഇതാണ് എന്റെ സാഹചര്യം, ഇതാണ് ദൈവം എന്നെ ആക്കിയിരിക്കുന്നത്. അപ്പൊ നല്ല വീടില്ല. അപ്പൊ അടുത്ത ചോദ്യം വന്ന്, നല്ല വീടില്ല, താമസിക്കുന്ന ഒരു കോളനി പോലത്തെ സ്ഥലത്താണ്, അവിടേക്ക് ആര് പെണ്ണ് തരും? കാര്യം അവിടെ ഉള്ള പലരും വിവാഹ സമയമാകുമ്പോഴത്തേന് മറ്റു സ്ഥലത്ത് പോയി വാടകയ്ക്ക് വീടെടുത്ത് അങ്ങനെയാണ് വിവാഹം കഴിച്ചിട്ട് പിന്നീട് സൗകര്യം പോലെ തിരിച്ചു വരുന്നത്. അപ്പം ഈ സ്ഥലത്ത് നിന്ന് നിനക്ക് ഒരു വിവാഹം ഞങ്ങൾ ആലോചിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെ പ്രയാസത്തിലിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ എൻ്റെ സൗമ്യയുടെ ആലോചന എനിക്ക് വരുന്നു. എന്നോട് പറഞ്ഞു, ഒരു അപ്പനും അമ്മയും നഷ്ടപ്പെട്ട് കോട്ടയത്ത് ചെങ്ങന്നൂരത്ത് തമ്പിച്ചായൻ വളർത്തുന്ന ഒരു കുഞ്ഞുണ്ട്, ഒരു പെങ്കൊച്ചുണ്ട്, ഓക്കെ ആണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മിഷൻ ഓക്കെ ആണ്, മിനിസ്ട്രിക്ക് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ എനിക്ക് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഒരു വിഷയമേ അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയ തമ്പിച്ചായന്റെ മൂത്ത മോള് ബിനി സക്രിയയും എന്റെ അപ്പനും ഒക്കെ ആയിട്ട് അവർ പേരൻസ് തമ്മിൽ കാര്യങ്ങൾ സംസാരിച്ചു ഉറപ്പിച്ചു. 2017 ഡിസംബറിൽ ഞാൻ നാട്ടിൽ പോകുന്നു, വിവാഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നു. പോയി പെണ്ണ് കണ്ടു കോട്ടയത്ത് ചിങ്ങവനത്ത്. വേറെ ആരെയും വിളിച്ചില്ല, എന്നെ വിശ്വാസം കൊണ്ടുവന്ന പാസ്റ്റർ കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിലുണ്ട്. ആ സമയത്ത് അദ്ദേഹവും ഞങ്ങൾ 4 പേരും, അപ്പനും അമ്മയും ഞാനും അനിയനും, ഞങ്ങൾ 4 പേരുടെ പോയി ചിങ്ങവനത്ത് വീട്ടിൽ ചെന്നിരുന്നു. മറിയാമ്മ ആന്റി ഉണ്ട്, ബിനി ആന്റി ഉണ്ട്, ശുചാനുണ്ട്. അവരെല്ലാം കൂടി ഇരിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. എൻഗേജ്മെന്റ് ഡേറ്റ് കൊടുത്തു. കല്യാണത്തിന്റെ ഡേറ്റ് കൺഫ്യൂഷൻ ഉള്ളത്. എൻഗേജ്മെന്റ് ഡേറ്റ് കൊടുത്തു. ഇവര് തിരിച്ച് ഒരു പ്രോപ്പർ ചാനലില് ഒരു വിവാഹം എങ്ങനെ നടക്കണം അങ്ങനെയുള്ള, അപ്പൊ ഇവര് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ഡേറ്റ് എടുത്തു. ഞങ്ങൾ തിരിച്ചു പോകുന്നു. വന്നതിന് ശേഷമാണ് ഞങ്ങൾ ദേവാസന്മാരെ അറിയിച്ച്, ഞങ്ങളുടെ ദേവാസനം ഉൾപ്പെടെ അറിയിച്ചത് ഇതുപോലൊരു ആലോചനയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഞെട്ടി. ഒരു പ്രസ്ഥാനത്തിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടിരിക്കുന്നവര് എന്റെ വീട്ടിലേക്ക് വരുന്നു. അവൻ അപമാനിച്ചതാണ്, ഈ സാഹചര്യത്തിൽ നിനക്ക് വിവാഹം നടക്കുമെന്ന്. ആ ചോദ്യം വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ്, എന്റെ ഈ വീട് മാറരുത്, എന്റെ സാഹചര്യം മാറരുത്. ഇതിനകത്ത് നിർത്തിയിരിക്കുന്ന ദൈവമാണെങ്കിൽ ഇതിനകത്ത് തന്നെ ദൈവപ്രവൃത്തി ഞാൻ കാണണമെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത്, അതേ വീട്ടിനകത്ത് തന്നെ മറിയാമ്മ ആന്റിയും ബിനി ആന്റിയും അവരെല്ലാം ഒരു വലിയൊരു ഫാമിലി മൊത്തത്തിൽ വിവാഹം ഉറപ്പിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം ഈ പാസ്റ്റർമാരെല്ലാം വന്നവരെല്ലാം വളരെ ആശ്ചര്യത്തോടെ നോക്കുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. കാരണം ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. ദൈവം ഞങ്ങളെ മാനിക്കുന്നതിന്റെ ഒരു ഭാഗമായിരുന്നു. അപ്പം ഇവരെല്ലാം ആശ്ചര്യത്തോടെ ഇരിക്കുന്നു, കല്യാണം ഉറപ്പിക്കുന്നു. അങ്ങനെയാണ് എന്റെ വിവാഹം 2018 ഞങ്ങളുടെ വിവാഹം നടക്കുന്നു. എൻഗേജ്മെന്റ് ജനുവരിയിൽ, എൻഗേജ്മെന്റ് തമ്പിയപ്പച്ചൻ ചെങ്ങവനത്ത് വെച്ചാണ് നടത്തുന്നത്. അത് കഴിഞ്ഞ് മാർച്ചിൽ ഞങ്ങളുടെ കല്യാണം കൊല്ലത്ത് വെച്ച് നടക്കുന്നു. വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ നേരെ ജമ്മു കാശ്മീരിലേക്ക് കുടുംബമായിട്ട് പിന്നെയും അതേ മിഷൻ പ്ലേസിലേക്ക് പോകുന്നു. അവിടെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സൗമ്യ ക്യാരിങ് ആവുമ്പോഴും, പക്ഷെ എനിക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് ജമ്മുവിലേക്ക് യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. ഞങ്ങൾ ജമ്മുവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും അത് മിസ്കാരിങ് ആയി പോവുകയും, അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നാൾ ജമ്മുവിൽ റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് കയറി പോകുമ്പോൾ പിന്നെയും അടുത്തൊരു ആക്സിഡന്റ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നു. കാര്യം ഇതെല്ലാം മലയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ ഇറങ്ങി വരികയും തമ്മിൽ ഇടിക്കുകയും ആക്സിഡന്റ്, മരിച്ചു പോകാവുന്ന പല സാഹചര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ അവിടെ ഉണ്ടായി. എന്നാൽ ദൈവം ഞങ്ങളെ അവിടെ എല്ലാം പരിപാലിച്ചു, ഞങ്ങൾ അവിടെ നിർത്തി. അവിടെ ഏകദേശം 2 വർഷം ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മിനിസ്ട്രി ചെയ്തു. അവിടെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ, ഈ പറയുന്ന ജോധ്പൂർ വില്ലേജിൽ പോയി ഒരുപാട് വീടുകൾ കയറി ഇറങ്ങി ട്രാക്ട് കൊടുത്തു. അതിനകത്തൊരു സ്കൂള് ഞങ്ങൾക്കായിട്ട് ഓപ്പണിംഗ് ചെയ്ത് കിട്ടി. ആ സ്കൂളിൽ ഞങ്ങൾ പോയി കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുത്തു. കാര്യം എനിക്ക് ICPF ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പം യവനക്കാരോടുത്ത് പ്രവർത്തിച്ചുള്ള പരിചയമുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ സ്കൂളിൽ കയറി, ആ സ്കൂൾ വരെ ഞങ്ങൾ ഓപ്പണിംഗ് തന്നു. ഞങ്ങൾ ആ സ്കൂളിൽ ക്ലാസ് എടുത്തു. അങ്ങനെ ഒരുപാട് സമയം ആ വില്ലേജിന് വേണ്ടി പ്രാർത്ഥിക്കാനും വില്ലേജിൽ പ്രവർത്തിക്കാനൊക്കെ ദൈവം സഹായിച്ചു. ആ സമയത്താണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു
3 കുഞ്ഞുങ്ങള് ബൈബിൾ കോളേജിലെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത്. അവരുമായിട്ട് ഞങ്ങൾ ആ പട്ടണം മുഴുവൻ, ആ ഡോഡ പട്ടണം മുഴുവൻ, ഞാൻ ആ പട്ടണത്തിലേക്ക് മിനിസ്ട്രിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ആ പട്ടണത്തില് ഒരു കൂട്ടം ദേവാസന്മാര് സുവിശേഷ വേലയ്ക്ക് പ്രാർത്ഥിക്കാൻ വന്നിട്ട് അടി കൊണ്ടിട്ട് പോയ ഒരു ദേശമാണത്. ആ സ്ഥലത്താണ് ദൈവം എന്നെ ആക്കിയിരിക്കുന്നത്. എന്നാൽ ആ പട്ടണത്തില് അതേ ജംഗ്ഷനിൽ, അതേ മാർക്കറ്റിൽ, അതേ മുസ്ലിങ്ങളുടെ കടകളിൽ കയറി ഇറങ്ങി സുവിശേഷം പറയുവാനും ട്രാക്ട് കൊടുക്കുവാനും ഒരു വീട് പോലും ഇല്ലാതെ എല്ലാ വീട്ടിലും ട്രാക്ട് എത്തിക്കുവാനായിട്ട്, ട്രാക്ട് ഇങ്ങനെ സ്ട്രീറ്റ് തോറും ട്രാക്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ആളുകൾ ഉപേക്ഷിക്കുന്ന ട്രാക്ടുകൾ ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് പേരെടുത്ത് യേശുവിന്റെ സുവിശേഷം ചെല്ലാനായിട്ട് ഇടയായി തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോസസ്സിംഗ് എല്ലാം കഴിയുമ്പോഴാണ് ദൈവാത്മാവ് എന്നോട് പറയുന്നത്, ടൈമായി, ഇവിടുന്ന് പോകാൻ പറയുന്നു. അപ്പൊ 2 വർഷം എനിക്ക് മനസ്സിലായി ദൈവം എന്നെ അവിടെ ഇരുത്തി പഠിപ്പിക്കാനായിട്ട്, ചിലത് പഠിപ്പിക്കാനായിട്ട് ദൈവം എന്നെ ട്രെയിൻ ചെയ്യുന്ന ഒരു പീരീഡ് ആയിരുന്നു. പക്ഷെ പലർക്കും, മനുഷ്യപരമായിട്ട് പലർക്കും അതൊരു ഇതുവരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു എനിക്കും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാര്യം എനിക്കത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം നല്ലൊരു പ്രസ്ഥാനത്തിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് മാറാൻ പറയുന്നു. ഞാൻ മാറിയില്ല, ഞാൻ അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. പക്ഷെ പെട്ടെന്ന് എന്റെ പ്രസ്ഥാനത്തിന്റെ സപ്പോർട്ട് എനിക്ക് നഷ്ടപ്പെടുന്നു. അതിനകത്ത് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു. അങ്ങനെ ഞാനും പ്രസ്ഥാനമായിട്ട് മാറുന്നു, ഞാൻ റിസൈൻ ചെയ്യുന്നു. പക്ഷെ ഞാൻ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. 6 മാസം ഞാൻ അവിടെ കിടന്നു. ഈ 6 മാസവും എന്റെ വാടക കൊടുത്തിട്ടില്ല. എന്നാൽ നല്ലൊരു ഹൗസ് ഓണർ ആയതുകൊണ്ട്, പുള്ളിക്ക് മലയാളി ആയതുകൊണ്ടും വിശ്വാസം ഉള്ളതുകൊണ്ടും പുള്ളി സാരമില്ലെന്ന് പറഞ്ഞു. 6 മാസം എനിക്ക് പൈസ ഇല്ല. ഞാൻ എങ്ങനെ കിടക്കുമ്പോ എന്റെ വൈഫ് ക്യാരിങ് ആയിരുന്നു. കുഞ്ഞ് ജനിക്കുന്നു, ഒരു നാട്ടില് അവരായിരിക്കുന്നു. അങ്ങനെ വളരെ പ്രയാസത്തിലൂടെ നിൽക്കുമ്പോൾ, സാമ്പത്തികമായിട്ടൊക്കെ ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ റെഡിയാണ് ദൈവം പറയുന്ന തീരുമാനത്തിന്. അങ്ങനെയാണ് ICPF-ലേക്ക് വരാനാണ് ദൈവാത്മാവ് എന്നോട് അറിയിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലേക്കുള്ള ഓപ്പണിംഗ് ആണ് എനിക്ക്. പക്ഷെ ഞാൻ നേരെ ഹൈദരാബാദിൽ വിശാഖപട്ടണത്തിലേക്ക് വിജയവാഡയിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ICPF-ൽ വിജയവാഡയിൽ സ്റ്റാഫായിട്ട് പോകാം, എനിക്ക് ഏറ്റവും അടുത്ത് കേരളത്തിലേക്ക് പോകാനായിട്ട് വളരെ ദൂരം കുറവായിരിക്കുമല്ലോ എന്നോർത്ത് അങ്ങനെയാണ് ഞാൻ ICPF-ന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നത്. അപ്പൊ ഞാൻ അത് തീരുമാനം പറഞ്ഞതിന്റെ അന്ന് തന്നെ, അടുത്ത ദിവസം തന്നെ എനിക്ക് കഴിഞ്ഞ 6 മാസത്തെ വാടക ഒരു അങ്കിൾ എനിക്ക് അയച്ചു തരിക. എക്സാക്ട്ലി ദാറ്റ് എമൗണ്ട് എനിക്ക് അങ്കിൾ തരികയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പൈസ കൊണ്ട് ഞാൻ നേരെ ജമ്മുവിലെ വാടക തീർത്തു. ഒറ്റ രാത്രി കൊണ്ട് പാക്ക് ചെയ്തു. എന്റെ സാധനം, ഫർണിച്ചറുകളെല്ലാം കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. ഒറ്റ രാത്രി കൊണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞാൻ ഡോഡ ഡിസ്ട്രിക്ട് വിടുന്നു, പാക്ക് ചെയ്തു. ഞാൻ അവിടെ ഇറങ്ങുന്നു. സങ്കടം ഉണ്ടായിരുന്നു, അവിടെ ചർച്ചോ കാര്യങ്ങളൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പൊ മുമ്പോട്ടുള്ള അവിടുത്തെ എന്തോന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു പോകാൻ പറഞ്ഞു, ഞാൻ പോന്നു. പലർക്കും അത് മാനുഷ്യപരമായിട്ട് ചിന്തിച്ചപ്പോൾ അവനവിടെ പോയി എന്തൊക്കെയോ ഒന്നും ചെയ്തില്ല, പോന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. എന്നാൽ ഞാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു പോകാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് പാക്ക് ചെയ്ത് പോന്നു. ഞാൻ നേരെ നാട്ടിലേക്ക് വന്നു. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. 2-3 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു ഞാൻ കൽക്കട്ട ദുർഗാപൂർ എന്ന് പറഞ്ഞ സ്ഥലം, വെസ്റ്റ് ബംഗാളിൽ ദുർഗാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വന്നു. കർത്താവിന് വേലയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഞാൻ വരികയാണ്. വരുമ്പോ അവിടെ വെച്ചിട്ട് അവിടെ പ്രവർത്തനം ഏകദേശം 1 വർഷം മുമ്പ് സ്റ്റോപ്പായി കിടക്കുകയാണ്. എന്നാണോ അവിടുത്തെ പ്രവർത്തനം സ്റ്റോപ്പ് ആയത് അന്നാണ് ദൈവാത്മാവ് എന്നോട് ആലോചന അറിയിച്ചത് ആ ദേശം ഡോഡ വിടാനായിട്ട്. ഞാൻ നോക്കിയപ്പോൾ എക്സാക്ട്ലി 1 ഇയർ കഴിയുമ്പോൾ ദൈവം അവിടെ തന്നെ കൊണ്ടുവരുന്നത്. ഇന്റർവ്യൂവിന് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വിജയവാഡയ്ക്കാണ് ഇന്റർവ്യൂവിന് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്തും ഓഫീസിലെല്ലാം വിജയവാഡ എന്നുള്ളൊരു സംസാരമാണ് കിടക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെയിംസ് ജോ സാർ എന്നോട് ചോദിച്ചു, സാറിന് പെട്ടെന്ന് തോന്നി ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ട് സാർ എന്നോട് ചോദിച്ചു ദുർഗാപൂരിലേക്ക് പോകാമെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെട്ടെന്നായിരുന്നു എന്റെ തീരുമാനം. ഞാൻ ചോദിച്ചു, സാറേ എവിടെയാ ദുർഗാപൂര്? അപ്പൊ സാറ് പറഞ്ഞു കൽക്കട്ടയ്ക്ക് അടുത്താണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞു ഞാൻ പോകാം. എന്റെ ആഗ്രഹം വിജയവാഡയാണ്. പക്ഷെ ഇതൊന്നും ഞാൻ നോക്കിയില്ല. ഒറ്റ സെന്റൻസ് ഞാൻ പറഞ്ഞു ഞാൻ പോകാം. അങ്ങനെ ഒറ്റ തീരുമാനത്തിന്റെ പുറത്താണ് ഞാൻ ദുർഗാപൂരിലേക്ക് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് കൃത്യം 1 വർഷം മുമ്പ് എന്നാണോ ദൈവാത്മാവിനെ ആലോചന അറിയിച്ചത് അന്ന് അവിടുത്തെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് പോകുന്നത്. ഈ 1 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ എത്ര ബലം പിടിച്ചെന്ന് പറഞ്ഞാലും ദൈവം നമ്മളെ കുറിച്ച് ചില തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ, ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ലിറ്ററലി ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം അവിടെ കൊണ്ടുവന്നിരിക്കും. നമ്മൾ എത്ര ബലം പിടിച്ചെന്ന് പറഞ്ഞാലും ഏതൊക്കെ ദേശം വിട്ടും നമ്മൾ വേറെ ബലപുഷ്ടമായ ദേശത്തേക്ക് ഒളിച്ചോടി പോകാന്ന് പറഞ്ഞാലും രക്ഷയില്ല. കർത്താവ് നമ്മെ സ്നേഹിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിനൊരു ഉറപ്പുണ്ട്. ദൈവം നമുക്ക് ആ കപ്പാസിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും ദൈവം തന്നിരിക്കുന്ന കപ്പാസിറ്റി നമുക്ക് തിരിച്ചറിയത്തില്ല. പക്ഷെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കപ്പാസിറ്റി ദൈവത്തിന് അറിയാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ട്. നമ്മൾ
അത്ര അങ്ങ് കളഞ്ഞു പോകുകയാണെങ്കിൽ മാത്രമേ ആ സ്ഥാനത്തേക്ക് ദൈവം മറ്റൊരാളെ എടുക്കത്തുള്ളൂ. പക്ഷേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം ആ സ്ഥാനത്ത് നമ്മളെ കൊണ്ടുചെല്ലും. ആ ദേശത്ത് തന്നെ ദൈവം കൊണ്ടുവന്നു. ഞാൻ അവിടെ വരുമ്പോ 2019 ഞാൻ അവിടെ വന്ന് അവിടെ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നു. ഞാൻ ചാർജ് എടുത്തതിന്റെ 2 മാസം കഴിയുമ്പോഴത്തേന് നവംബറിൽ ചാർജ് എടുക്കുന്നു. ഡിസംബർ ജനുവരി ആയപ്പോഴത്തേക്ക് കോവിഡ് വരുന്നു. മിനിസ്ട്രികളെല്ലാം ക്ലോസ് ഡൗൺ ആവും. ഞാൻ അന്നൊരു ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇവനെ ഇവിടെ കൊണ്ടുവന്നത് ഈ മിനിസ്ട്രി ഒന്നും ചെയ്യാതെ വെറുതെ ഇരുത്താനാണോ? കാര്യം ലോക്ക്ഡൌൺ ആണ്, ഒന്നും ചെയ്യണമെന്ന് അറിയത്തില്ല. പുതിയ സ്റ്റേഷൻ പോലെയാണ്, വർക്കെല്ലാം ക്ലോസ് ആയിട്ട് 1 വർഷത്തോടെ കിടക്കുകയാണ്. പ്രത്യേകിച്ച് മിനിസ്ട്രിയോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, എവിടെ ഓപ്പണിംഗ് ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പഴയ കുറച്ച് സ്റ്റുഡന്റ് ലീഡേഴ്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ എനിക്ക് ദൈവം തന്നു. അവിടെ അവരുമായിട്ടുള്ള റീകണക്ഷൻ തന്നു. എന്നാൽ എല്ലാ മിനിസ്ട്രികളും ലോക്കായി കിടക്കുന്ന സ്ഥലത്ത് ഈ കോവിഡ് പീരീഡിൽ എന്റെ മിനിസ്ട്രി ദൈവം ഫ്ലറിഷ് ചെയ്തു. എന്റെ മിനിസ്ട്രി ദൈവം വളർത്തി. ഞാൻ നോക്കിയപ്പം ഒരു വർഷം കൊണ്ട് ഏകദേശം പല 10-15 സെൽ ഗ്രൂപ്പുകൾ, ഓരോ സെൽ ഗ്രൂപ്പുകളിലും 8-10 കുഞ്ഞുങ്ങൾ, 10-15 കുഞ്ഞുങ്ങൾ കൂടി വരുന്ന 10-15 സെൽ ഗ്രൂപ്പ് പല മേഖലകളിലായിട്ട് വൈഡ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. അതിനകത്തെല്ലാം നോൺ ബിലീവേഴ്സ് കുഞ്ഞുങ്ങളാണ്. അവർ വരുന്നുണ്ട്, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെയുള്ള മറ്റു പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. എന്നാൽ ഇതിനൊക്കെ പിന്നിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വലിയൊരു കൂട്ടം കുഞ്ഞുങ്ങളെ ആ ദേശത്ത് ദൈവം തന്നു. ആ ദേശത്ത് ഞങ്ങൾക്ക് ഏകദേശം ഒരു 2 വർഷത്തോളം 3 വർഷം ഞാൻ അവിടെ പ്രവർത്തിച്ചു. 2 വലിയ ക്യാമ്പുകൾ നടത്തുവാനായിട്ട് ദൈവം സഹായിച്ചു. ഒരുപാട് യൗവനക്കാർ അവിടെ ദൈവത്തെ അറിയാനായിട്ട് തുടർന്നു. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. എങ്കിലും അതിന് നടുവിലും ദൈവം ഞങ്ങളെ നടത്തി നിർത്തി വലിയൊരു പ്രവൃത്തി ദൈവം അവിടെ ചെയ്തു. അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞ് അടുത്തൊരു ട്രാൻസ്ഫർ നേരെ കൽക്കട്ടയിലേക്ക്. നല്ല ഫൈനായിട്ട് ഞാൻ എൻ്റെ സെമിനാരിയിൽ എൻ്റെ അധ്യാപകൻ, എൻ്റെ പ്രിൻസിപ്പൾ എപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മളൊരു കംഫോർട്ട് സോൺ എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് ദൈവം നമ്മളെ പൊളിക്കും. സ്വതന്ത്രം കംഫോർട്ടായിട്ട് ഇരിക്കാനല്ല ദൈവം നമ്മളെ സുവിശേഷങ്ങളിലേക്ക് വിട്ടിരിക്കുന്നത്. ദൈവം നമ്മളെ പൊളിക്കും. നമ്മൾ കംഫോർട്ടായിട്ടല്ല, നമ്മൾ ദൈവം വേണ്ടുന്ന കംഫോർട്ടായിട്ട് തരും. പക്ഷേ വേല ചെയ്യണമെങ്കിൽ കംഫോർട്ടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വേല ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇരുന്ന് സുഖമായിട്ട് സുഭിക്ഷമായിട്ട് പോകും. പക്ഷേ നമുക്ക് കുറച്ച് പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വേല വളരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനാണ് അവിടുന്ന് ഒരു ട്രാൻസ്ഫർ എനിക്ക് ഇങ്ങോട്ട് കൽക്കട്ടയിലേക്ക് തരാനായിട്ട് പ്ലാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല, കാര്യം കൽക്കട്ടയിലെ അവസ്ഥ എനിക്കറിയാം. ഞാൻ ട്രെയിനിങ്ങിന് 1 മാസം കൽക്കട്ടയിൽ ഉണ്ടായിരുന്നു. എന്റെ വൈഫ് നേരത്തെ കൽക്കട്ടയിൽ വന്നിട്ടുണ്ട് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൽക്കട്ടയിൽ പോകുമ്പോൾ മേലി കൽക്കട്ടയിലേക്ക് വരത്തില്ല എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് കൽക്കട്ടയിൽ പോകുന്നത്. കാര്യം ഇവിടുത്തെ ട്രാഫിക്, ഇവിടെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അത്രയും പ്രയാസമുള്ള സ്ഥലത്തേക്കാണ് കൽക്കട്ട എന്ന് പറയുന്നത് പട്ടണം. അപ്പൊ അവിടേക്ക് വരാൻ താല്പര്യമില്ല. എന്നോട് 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ പറഞ്ഞു, ഞാൻ എടുത്തില്ല. എന്നാൽ എന്റെ കംഫോർട്ടിന് മുഴുവൻ ദൈവം അവിടെ പൊളിച്ചു. എനിക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കംഫോർട്ടും പൊളിച്ചു. മുമ്പോട്ട് എനിക്ക് ഇനി അവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നിട്ടാണ് ദൈവനോട് പറഞ്ഞു ഇനി പോരാൻ പറഞ്ഞു. പോരുമ്പോൾ ഒരു ആലോചന കൂടി കൂട്ടത്തിലുണ്ടായിരുന്നു. കാലാൾപ്പടയോടുകൂടി ഓടിയവൻ ഇനി കുതിരപ്പടയോടുകൂടി ഓടാൻ പോവുകയാണ്. അതിനുള്ള ബലം പ്രാപിച്ചിട്ടേ പോകാവുന്നു. എനിക്കറിയത്തില്ല മുന്നിൽ വരാൻ പോകുന്ന പ്രതിസന്ധി എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ കൽക്കട്ടയിലേക്ക് വന്ന് ഇറങ്ങിയ സമയം തൊട്ട് ഒരുപാട് ചലഞ്ചസ്. ഈ മിനിസ്ട്രി ഒരു ഏകദേശം 4 വർഷമായിട്ട് ബ്രേക്കായി കിടക്കുകയാണ്. ഇതിനെ റീബിൽഡ് ചെയ്യണം. ഒരുപാട് പ്രതിസന്ധികൾ. എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ പലരുടെയും സപ്പോർട്ട് കാണുന്നില്ല. ആശ്രയമായിരുന്ന പലരുടെയും ആശ്രയം കാണുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. രാത്രി നടു റോഡിൽ വണ്ടി ഒതുക്കിയിട്ടിട്ട് കരയുക, കർത്താവിനോട് ചോദിക്കുക, കർത്താവ് ഞാൻ ഇവിടുന്ന് പോവുക, എനിക്ക് പറ്റത്തില്ല, ഇത് ഏറ്റെടുക്കാനോ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ടിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവ് ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ ഈ ദേശത്തുനിന്ന് പറഞ്ഞു വിടണം, ഞങ്ങൾക്ക് ഇവിടെ പറ്റത്തില്ലെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. ദൈവം ഞങ്ങളെ ഇവിടെ നിർത്തണമെന്ന് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. സ്ലോലി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ദൈവം മാറ്റി ഇവിടെ നല്ലൊരു മിനിസ്ട്രി റീബിൽഡ് ചെയ്യാനായിട്ട് ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. ഞങ്ങൾ വന്നു 1 വർഷത്തിനുള്ളിൽ തന്നെ ഉടൻ കിടന്ന ക്യാമ്പ് ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് പ്രതിസന്ധികൾ അതിനകത്തുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു, ഫണ്ട് കണ്ടെത്തേണ്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും 1 രൂപ പോലും കടമില്ലാതെ ഏകദേശം 60-ലധികം കുഞ്ഞുങ്ങൾ പങ്കെടുത്ത നല്ലൊരു ക്യാമ്പ്. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ മനസ്സിൽ ആത്മീയ സന്തോഷം ഇതാണ്, ആ കടന്നു വന്ന 60 കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ ആത്മീയ അഭിഷേകം പ്രാപിച്ചിറക്കിപ്പോയി. അങ്ങനത്തെ വലിയൊരു ദൈവ പ്രവൃത്തി അതായിരുന്നു ഞങ്ങളുടെ ഒരു ഓപ്പണിങ്, ഒരു വലിയൊരു മിഷന്റെ ഓപ്പണിംഗ് ആയിട്ട് ദൈവം ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ ദേശത്ത് ഞങ്ങൾ വേല സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഏകദേശം 3 വർഷമായിട്ട് ഞങ്ങൾ ഈ ദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഒരു ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച സമയം മുതൽ 1997 മുതൽ ഈ 2026 വരെ ഇപ്പോഴും അനുഗ്രഹമായ നിലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രീതിയിലും ദൈവത്തിന്റെ സ്നേഹം കടന്നു വരാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാനുഷ്യപരമായി ചിന്തിച്ചാൽ ആ സ്ഥലത്തേക്ക് ദൈവം അബ്രഹാമിനെ എങ്ങനെ തിരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ കുടുംബത്തെ തിരഞ്ഞെടുത്തു.
ദൈവത്തിന്റെ വേലയ്ക്ക് ഞങ്ങളെ തെരഞ്ഞെടുത്തത് എന്നുള്ളത് തന്നെ വലിയൊരു സ്നേഹമാണ്. ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന് ഞാൻ എൻ്റെ അപ്പനൊക്കെ ഇടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ജാതകം എഴുതിയിട്ടുണ്ട്. ഈ ജാതക പ്രകാരം നോക്കിയാൽ അമ്പലത്തിലെ മേൽശാന്തി ആയിരിക്കേണ്ടവനാണ് ഞാൻ. അമ്പലത്തിലെ മേൽശാന്തി ആയിരുന്നു പഠിപ്പിക്കേണ്ടവനാണ് ഞാൻ. എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്ത് പലയിടങ്ങളിൽ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. അപ്പം ഒരു ദൈവത്തിന്റെ സ്നേഹം അത് എത്ര വർണ്ണിച്ചാലും മതിയാവത്തില്ല. ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, കഷ്ടതകളുണ്ട്, ഇല്ലെന്നല്ല. പട്ടിണി, പ്രയാസങ്ങൾ, ചലഞ്ചസ് ഒരുപാടുണ്ട്. എന്നാൽ അതിന്റെ നടുവിലും സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹമാണ് ഇതുവരെയും ഞങ്ങൾ അനുഗ്രഹമായി നടത്തിയത്. പിതാവ് ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവനോടെ ഇരിക്കുന്നു. വാർദ്ധക്യപരമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് എങ്കിലും ആരോഗ്യത്തോടെ 96 മരിച്ചു പോകുന്ന പറഞ്ഞ വ്യക്തിയെ ദൈവം ഇന്നും ജീവനോടെ ശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരു സാക്ഷ്യമായിട്ട് അങ്ങനെ വളരെ അനുഗ്രഹമായ നിലയിൽ ഞങ്ങൾ കുടുംബമായിട്ട് ദേശത്തിന്റെ നടുവിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഈ സാക്ഷ്യം അനേകർക്ക് വിടുതലും ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം അനുവദിച്ച പ്രിയ ജോയിസ് TV, പ്രിയ ആന്റി, പ്രിയ കർത്താസിനും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം. താങ്ക് യു പാസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. അമ്പലത്തിലെ മേൽശാന്തി ആയിരിക്കുന്നു ജാതകം എഴുതിയെങ്കിൽ അതിലും വലിയൊരു പോസ്റ്റിലാണല്ലോ കർത്താവാക്കിയിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായി അനേക യൗവനക്കാരെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുന്ന ഒരു നല്ല ധീര പോരാളിയാക്കി കർത്താവിൻ്റെ വയൽപ്രദേശത്ത് നിർത്തിയിരിക്കുന്നു. ആ കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാണ്! ജീവനുള്ള ദൈവത്തെ അറിയുവാൻ തന്നെ ലഭിച്ച ഭാഗ്യം വലുതാണല്ലോ. കർത്താവിൻ്റെ ദാസനെ കുടുംബമായി കർത്താവ് സഹായിക്കട്ടെ. അനേകർക്ക് ഇനിയും ഒരു വലിയ ആശ്വാസവും അനുഗ്രഹമാക്കി തീർക്കട്ടെ. പാസ്റ്ററെ, ഞങ്ങളോടൊപ്പം കടന്നു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. ഓക്കെ പാസ്റ്ററെ, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവെ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധരായ നല്ല സ്വർഗീയ പിതാവെ, നല്ല സമയത്തിനായി നമ്മുടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അടിയങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. വിശേഷ കർത്താവെ, ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ ജനത്തെയും അവരുടെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥന അവരുടെ ജീവിതത്തിന് വിടുതലായി അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, രോഗികളായി ഭാരപ്പെടുന്നവർക്ക് ദൈവാശ്വാസവും വിടുതലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാം ഉണ്ടല്ലോ കർത്താവെ, അവരെല്ലാം കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. ദൈവത്തിന് നന്മയുള്ളവർ കാണുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കണം. എല്ലാവർക്കും ഈ സാക്ഷ്യം ഒരു വിടുതലായി അനുഗ്രഹമായി ഒരു ബലമായി തീരുവാൻ ഇവിടെയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവെ, പ്രിയ ജോയിസ് TVക്കായി അതിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ദാസനായ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെ കുടുംബമായി കർത്താവ് സഹായിക്കണം. ഈ ശുശ്രൂഷ അവർ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇവിടെയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പിന്നെ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന സ്വർഗ്ഗം കേട്ടിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറുന്ന പിതാവേ.